ഹായ് മക്കളെ, സർ പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കാമോ? സർ പറയുന്നത് ഓക്കെ ഓക്കെ മക്കളെ. അപ്പോൾ ഇന്ന് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസിലെ ചില ചാപ്റ്റേഴ്സാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ്. പക്ഷേ ആ ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ചില ചാപ്റ്ററുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ആകുന്ന സോഷ്യൽ സയൻസ് പഠിക്കുന്ന നിങ്ങൾ എന്തായാലും നോക്കേണ്ട ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്ന പോർഷനും ഫൈനൽ എക്സാമിന് വരുന്ന പോർഷനുമാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്കുണ്ടായിരുന്നത് നാലാമത്തെ ചാപ്റ്റർ, അഞ്ചാമത്തല്ല, 5, 6, 7, 8, 5, 6, 7, 8, 9, 10, 11, 12 നമുക്ക് ഫൈനൽ എക്സാമിനാണ് വരുന്നത്. പക്ഷേ ആദ്യ ഭാഗത്തു നിന്നുള്ള ചില ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ 1-2 ചാപ്റ്ററുകൾ ചോദിക്കില്ലെന്നല്ല, അതൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ ചോദിക്കുന്നത് വെറും 3% ആണ് ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള ചില ചാപ്റ്ററുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 5ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 5ാമത്തെ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. ഓക്കെ ആണെങ്കിൽ യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നോക്കാമല്ലേ സാറേ? യെസ്. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ഇതാണ്, അവർ എർത്ത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അവർ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് നമ്മുടെ ഭൂമിയുടെ സെൻറ്റർ പാർട്ടിൽ അനുഭവപ്പെടുന്ന താപം എത്രയാണ്. ഏകദേശം ഇവിടെ എബൌട്ട് എന്നാണ്, എബവ് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിലും ഒരു എബവ് 5000 എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ്. അപ്പോൾ എക്സാമിന് പലപ്പോഴും എർത്ത് ഇൻറ്റീരിയർ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം ഒരു 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഒത്ത നടുവിലുള്ള ചൂട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുമ്പ് ഉണ്ടല്ലോ, ഇരുമ്പ്, അയൺ, നിങ്ങളുടെ വീട്ടിൽ അയണിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ കാറോ ബൈക്കോ അങ്ങനത്തെ ഇരുമ്പ് കൊണ്ടായിരിക്കും ഉണ്ടാക്കാം. അത് മെഴുക് ഉരുകുന്ന പോലെ, വാക്സ് ഉരുകുന്നത് പോലെ ഉരുകി വെള്ളം പോലെ ആകാൻ, ലിക്വിഡ് ഫോമിലോട്ട് മാറാൻ ഒന്ന് തീ കൊളുത്തിയാൽ മതി. ചെറിയൊരു തീ കത്തിച്ച് കഴിഞ്ഞാൽ മെഴുക് ഉരുകി പോകുന്നതാണോ, അതേപോലെ ഇരുമ്പ് ഉരുകി വെള്ളം പോലെ ആവാൻ നമ്മളൊരു 500 ഡിഗ്രിക്ക് മുകളിൽ, ഏകദേശം ഒരു 500-1000 ഇടയിലുള്ളൊരു താപനില മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് 5500 ഡിഗ്രി. അപ്പോൾ ഭൂമിയുടെ ഒത്ത നടുവിൽ അനുഭവപ്പെടുന്ന ചൂട് എത്രത്തോളമാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്, എത്രത്തോളമാണെന്ന്. ഈ ചൂട് എന്ന് പറയുന്നത് സൂര്യനില്ലേ, നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യൻ്റെ ഏറ്റവും മുകൾ ഭാഗം, ഏറ്റവും മുകളിൽ കാണുന്ന സൂര്യൻ്റെ സൺ സർഫസ്, കൊറോണ എന്ന് പറയും, അവിടെ അനുഭവപ്പെടുന്ന ചൂടിന് ഈക്വലാണ്. സൂര്യൻ്റെ ഏറ്റവും പുറം ഭാഗത്ത് കാണപ്പെടുന്നത് ഏകദേശം 5500 മുതൽ 8500 വരെയാണ് ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചറിന് ഈക്വലാണ് ഭൂമിയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്, മനസ്സിലായെങ്കിൽ ഓക്കെ. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ വരെ എത്താൻ എന്തോരം കുഴിക്കണം? ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റർ. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ നടുക്ക് വരെ കുഴിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 6371 കിലോമീറ്റർ കുഴിക്കണം. അപ്പോൾ ചോദിക്കും, മനുഷ്യൻ അങ്ങനെ കുഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ കുഴിച്ച മാക്സിമം കുഴി 9 കിലോമീറ്ററാണ്, വെറും 9 കിലോമീറ്റർ. അത് കടലിൽ നിന്നിട്ടാണ് കുഴിച്ചെന്ന് തോന്നുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് മാക്സിമം വലിയ കുഴി. അതിലും വലിയ കുഴിയൊന്നും നമ്മൾ കുഴിച്ചിട്ടില്ല. ഇത് 6371 കിലോമീറ്റർ. അത്രയും താഴെ പോയി കഴിഞ്ഞാൽ ഇത് അറിയാനായിട്ട് ഭൂമിയുടെ ഒത്ത നടുക്ക് ചെന്നെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്?
ഇങ്ങനെ ഭയങ്കര ചൂടാണ്, 5500 ഡിഗ്രിയാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലായത്? The information regarding the interior of the earth is formed through the scientific studies and inferences. അതായത് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ. അത് നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വയ്യാതെ ആകുമ്പോൾ, ഇപ്പോൾ വയറിന് വയ്യാതെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും വയറൊന്ന് ചെറുത് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറയും. അല്ലാതെ വയറ് മുറിച്ച് തുറന്ന് അതിൻ്റെ അകത്ത് നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അയ്യോ ഇത് മൊത്തം കംപ്ലൈൻ്റ് ആണ്, അങ്ങനെയാണോ പറയാറ്? അല്ല, വെറുതെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലിന് എന്തെങ്കിലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ നമുക്കറിയാം എല്ല് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്നൊക്കെ. ഇതിനെയാണ് സയൻറ്റിഫിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പഠനങ്ങൾ. അതേപോലെ ഭൂമിയെക്കുറിച്ചും നമ്മൾ അങ്ങനെ സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്നുണ്ട്. ആസ് വെൽ ആസ് ഇൻഫറൻസസ്. ഇൻഫറൻസ് എന്ന് വെച്ചാൽ ഊഹാപോഹങ്ങൾ, അനുമാനങ്ങൾ എന്ന് പറയും. അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എന്താണ് ഇൻഫറൻസ്? അകലേന്ന് ഒരു കാറ് വരികയാണ്, അപ്പോൾ നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അകലേന്നുള്ള കാറ് വരുമ്പോൾ നമുക്കറിയാം അതിവിടം വരെ എത്താൻ സമയമെടുക്കും. ഇത് 100 കിലോമീറ്റർ സ്പീഡിൽ വന്നാലും അതിവിടെ എത്താൻ സമയമെടുക്കും. അതിനുള്ളിൽ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാം. അതിനെയാണ് ഇൻഫറൻസ് എന്ന് പറയുക, അനുമാനങ്ങൾ. പിടികിട്ടിയെങ്കിൽ കൈ വീശി കാണിച്ചേ. നിങ്ങളങ്ങനെ നോക്കാറുണ്ട്? അകലേന്ന് കാറ് വരുമ്പോൾ കാറിൻ്റെ സ്പീഡ് അതൊക്കെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കാറ് വരുന്നത് എത്ര കിലോമീറ്റർ, ഇത്രയും ഡിസ്റ്റൻസ്, അങ്ങനെയൊക്കെയാണോ? അല്ലല്ലോ, ഒരു ഊഹമല്ലേ. കാറ് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും. അല്ലാതെ അല്ലേ ഏഞ്ചലെ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് അകലേന്ന് കാറ് വരുമ്പോൾ കാറിൻ്റെ സ്പീഡ് 100 km/h അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാറ്. അല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സ് ഫ്രം വിച്ച് വി ഗെറ്റ് ഇൻഫോർമേഷൻസ് ഓൺ എർത്ത് ഇൻറ്റീരിയർ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഇൻഫർമേഷൻ? ഒന്ന്, ദ മെറ്റീരിയൽസ് റീച്ചിങ് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. മെറ്റീരിയൽ, വസ്തുക്കൾ, റീച്ചിങ്, എത്തിച്ചേരുന്നു. ദ എർത്ത് സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന ചില വസ്തുക്കൾ. ഏത് ചില വസ്തുക്കൾ? ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങൾ. വോൾക്കാനോ എന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങൾ. ഇറപ്ഷൻ എന്ന് വെച്ചാൽ പുറന്തള്ളുക. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന വല്ല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. അപ്പോൾ അത് പൊട്ടിത്തെറിയാണ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയാം. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള എന്താ പറയുക, ഒരു ഷാർജ ഷേക്ക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പുറത്തോട്ടേക്ക് വരും. ഈ പുറത്തോട്ട് വരുന്ന ഈ സാധനത്തിൻ്റെ പേര് എന്താണ്? ബൂസ്റ്റ് കലക്കിയതാണോ? ഹോർലിക്സ് മിക്സ് ചെയ്താണോ? ലാവ എന്നാണ് അതിനെ പറയുന്നത് അല്ലേ, ലാവ. ഈ ലാവ എന്ന് പറയുന്നത് ഭൂമിയുടെ രണ്ടാമത്തെ ലെയർ, അതായത് ഏറ്റവും മുകളിലുള്ള ലെയറിന് ക്രസ്റ്റ് എന്ന് പറയും. അതിൻ്റെ താഴെ ഒരു ലെയർ ഉണ്ട്, മാൻഡിൽ എന്ന് പറയും. ഈ മാൻഡിലിൽ ലിക്വിഡായിട്ടിരിക്കുന്ന പോർഷനാണ് മാഗ്മ എന്ന് പറയുന്നത്. ആ മാഗ്മയാണ് പുറത്തോട്ട് വരുന്നത്. അത് പുറത്തോട്ട് വരുമ്പോൾ അതിൻ്റെ പേര് മാറും, ലാവ എന്നാവും. മനസ്സിലായില്ലേ? അകത്തിരിക്കുമ്പോൾ മാഗ്മ, പുറത്തോട്ട് വരുമ്പോൾ അത് ലാവ. അത് മോഹൻലാലിൻ്റെ ചില സിനിമകൾ കണ്ടിട്ടില്ലേ? കേരളത്തിലുള്ളപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി, കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയാൽ ഖുറേഷി അബ്രഹാം അല്ലേ, അല്ലെങ്കിൽ കേരളത്തിലിരിക്കുമ്പോൾ ഒരു പരമേശ്വരൻ, പുറത്തോട്ട് പോയാൽ ഉസ്താദ്. അങ്ങനെയൊക്കെ ഉണ്ട് മോഹൻലാലിൻ്റെ ചില സിനിമകളിൽ കാണുന്നൊരു പ്രത്യേകത അല്ലേ സാറേ? ഇവിടെ അത് തമിഴിലൊക്കെ രജനീകാന്ത് എന്നാണ്. അങ്ങനെ നാട്ടിൽ മാണിക്യം, പുറത്തു പോയ ഭാഷ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അതേപോലെയാണ് ഇതും. ഭൂമിയുടെ അടിയിലിരിക്കുമ്പോൾ, അസ്തനോസ്ഫിയറിലിരിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് മാഗ്മ. പുറത്തോട്ട് വരുമ്പോൾ ലാവ. ഈ ലാവകളിൽ നടത്തിയ പഠനങ്ങളിൽ ഭൂമിയുടെ ഉള്ളറ ഇങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ മനസ്സിലായി? അതായത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആണോ എന്ന് അറിയാൻ നിങ്ങളെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അല്ലാണ്ട് ലിവർ എടുത്ത് പുറത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യലല്ലോ. ബ്ലഡ് എടുത്ത് നോക്കിയിട്ട് ലിവർ ഫങ്ഷൻ ഡാമേജ് ആണ് എന്നല്ലേ ഡോക്ടേഴ്സ് പറയാറ്. അതേപോലെ തന്നെയാണ് ഈ ലാവയിൽ നടത്തിയ പഠനങ്ങളിലാണ് ഭൂമി ഇങ്ങനെ ലെയർ പോലെയാണെന്ന് മനസ്സിലായത്. രണ്ടാമത്തത് ഡാറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്. മൈൻ എന്ന് വെച്ചാൽ ഖനികൾ. നമ്മൾ ഈ സ്വർണം, വെള്ളി, പെട്രോള്, ഇരുമ്പൊക്കെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കുഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് ആഴത്തിൽ കുഴിഞ്ഞു താഴത്തോട്ട് പോകും. അപ്പോൾ ആ മൈനുകളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ, റിസർച്ചുകളിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ ഭൂമിയുടെ ഉള്ളറ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അനാലിസിസ് ഓഫ് ദ പ്രൊപ്പഗേഷൻസ് ഓഫ് ദ വേവ്സ് ജനറേറ്റഡ് ടു ദ എർത്ത്. ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വേവ്സ്, തരംഗങ്ങളാണ്. ആ ഭൂകമ്പ തരംഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ, അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉൾഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന്.
ഇത് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളിവിടെ വാരി വലിച്ചെഴുതണ്ട. ഇവിടെ ഇപ്പോൾ വാട്ട് ആർ ദ ഇൻഫർമേഷൻസ് സോഴ്സ് ഫ്രം വിച്ച് വി ഗെറ്റ് ദ ഇൻഫർമേഷൻസ് ഓൺ ദ എർത്ത് ഇൻറ്റീരിയർ എന്ന് എങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് എന്താണ്, ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻ, അത്രയും പഠിച്ചാൽ മതി. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും, ഡാറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികളിൽ നിന്നും, അനാലിസിസ് ഓഫ് ദ പ്രൊപ്പഗേഷൻസ് വേവ്സ് ജനറേറ്റഡ് ടു ദ ഡ്യൂറിങ് ദ എർത്ത് ക്വേക്ക്, അത്രയും പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് വേവ്സ് ജനറേറ്റഡ് ഫ്രം ദ ഡ്യൂറിങ് ദ എർത്ത് ക്വേക്ക്. അങ്ങനെ അത്രയും ഷോർട്ടാക്കി വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ യെസ്. അവിടെ ആ 2 കുട്ടികൾ, ഒരാൾ മറ്റേ സീബ്രയുടെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഗ്രേസ് ആൻഡ് ക്രിസ് മരിയ, പിടികിട്ടിയെന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട. ഭൂമിയുടെ ഇൻറ്റീരിയറിൽ നിങ്ങൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്രസ്റ്റാണ്. ക്രസ്റ്റിനെ കുറിച്ച് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ക്രസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് ഇത് ഏതാണെന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പോൾ ക്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ക്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ്. അതായത് ഞാൻ എപ്പോഴും ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ലെയറുകളെ ഒരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. ഏതാണ് ആ വസ്തു? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഞാൻ പലപ്പോഴും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തുവിനെ കുറിച്ച് പറയാറുണ്ട്. അറിയാമെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ആ, ഒരാളോട് ചോദിച്ചു നോക്കാം. ശ്രീലക്ഷ്മി. ഗുഡ് ഈവനിങ് മോനെ. ആ, പറഞ്ഞോ. എഗ്ഗാണ്. യെസ്, വെരി ഗുഡ്. അല്ലാതെ നമുക്ക് കിട്ടുന്ന മാർക്കാണോ? അല്ല, അത് എഗ്ഗാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് എഗ്ഗാണ്. അത് വെറും എഗ്ഗ് അല്ല, ബോയിൽഡ് എഗ്ഗ്. മനസ്സിലായി? പുഴുങ്ങിയെടുത്ത കോഴിമുട്ട. മനസ്സിലായില്ലേ? അതാണ് എന്ത് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ക്രസ്റ്റിൻ്റെ പുറത്താണ്. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് എന്ത് ഈ പറയുന്ന ക്രസ്റ്റ്. അതിന് 2 പാർട്ട് ഉണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. നമ്മളൊരു പുഴുങ്ങിയ കോഴിമുട്ട എടുത്താൽ അതിൻ്റെ തോടില്ലേ, കോഴിമുട്ടയുടെ തോട്, ഷെൽ, അതാണ് ക്രസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രസ്റ്റ് എന്ന് പറയുക. ഓക്കെ, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. നമ്മൾ വൻകര, അതായത് നമ്മൾ കോണ്ടിനെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണൊക്കെ ഉള്ള ഭാഗം, പിന്നെ കടലുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഓഷ്യൻ ക്രസ്റ്റ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് കുറച്ചും കൂടെ ഇതാണ്, കുറച്ചും കൂടെ കട്ടിയുണ്ട് ഓഷ്യൻ ക്രസ്റ്റിനേക്കാൾ. ഓഷ്യൻ ക്രസ്റ്റിന് കട്ടി കുറഞ്ഞുകൊണ്ടാണ് അവിടെ വെള്ളം ഫില്ലായി കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് കുറച്ച് കട്ടിയുണ്ട്. ഓക്കെ, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആവറേജ് തിക്ക് 30 to 70 കിലോമീറ്റർ, 30 മുതൽ 70 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ മാക്സിമം കുഴിച്ച കുഴി എത്രയാണ്? വെറും 9 കിലോമീറ്റർ. ശരിക്കും ഈ നമ്മുടെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് പോലും എന്തോരം കനമുണ്ട്? ഏകദേശം 30 മുതൽ 70 വരെയാണ്. പക്ഷേ ഓഷ്യാനിക് ക്രസ്റ്റ് വെറും 5 കിലോമീറ്റർ ഉള്ളൂ, വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഓഷ്യൻ ക്രസ്റ്റിൻ്റെ കനം എന്ന് പറയുന്നത്. പക്ഷേ ഓഷ്യന് ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഓഷ്യന് കിലോമീറ്ററോളം ഹൈറ്റ് ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒക്കെ താഴത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും കടന്നു പോകാൻ പറ്റാത്തത്ര താഴ്ചയിലാണ് അറ്റ്ലാന്റിക് ഓഷ്യനൊക്കെ കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ അപ്പോൾ ക്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ മാൻഡിൽ, ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് മാൻഡിൽ. ബിലോ ദ ക്രസ്റ്റ് കണ്ടാ, ക്രസ്റ്റിൻ്റെ താഴെ എക്സ്റ്റെൻഡ് 2900 കിലോമീറ്റർ. അയ്യോ, ഇതിൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളം എന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പറഞ്ഞില്ലല്ലോ. ഇത് ഏകദേശം ഒരു 70 കിലോമീറ്റർ വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2900 കിലോമീറ്റർ. മനസ്സിലായ? ശരിക്കും കോഴിമുട്ടയുടെ അകത്തുള്ള വെള്ളില്ലേ, അതിൻ്റെ അത്രയും കനമുണ്ട്. ഈ തോട്, ഷെല്ല് നമ്മുടെ ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം ഉണ്ടെന്ന് പറയാം. പിടികിട്ടിയെന്ന് കൈവീശി കാണിച്ചേ. പിടികിട്ടിയെങ്കിൽ യെസ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ കോൾഡ് ടുഗദർ ലിത്തോസ്ഫിയർ. അതായത് ക്രസ്റ്റും മാൻഡിലിൻ്റെ മുകൾ ഭാഗം, മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, ഇത് രണ്ടും കൂടെ ചേർന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, കാരണം ഒരു തവണ എക്സാമിന് ചോദിച്ചത്. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? ഓപ്ഷൻ തന്നിട്ടുണ്ട്, ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ. ഓപ്ഷൻ എ.
ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ലോവർ പാർട്ട് ഓഫ് മാൻഡിൽ ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. പിന്നെ ചോദിച്ചിരിക്കുന്നു ലോവർ പാർട്ട് ഓഫ് മാൻഡിൽ ആൻഡ് കോർ ആർ കോൾഡ് ലിത്തോസ്ഫിയർ. ഇതിൽ ഏതാണ് ലിത്തോസ്ഫിയർ? ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ആണ് കേട്ടോ. പിന്നെ ലോവർ പാർട്ട് ഓഫ് മാൻഡിൽ നോൺ ആസ് ആസ്തനോസ്ഫിയർ. അതായത് മാൻഡിലിൻ്റെ താഴെയുള്ള ഭാഗം, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക, വെറുതെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇത് ഭൂമിയാണ്, നിങ്ങളുടെ മാർക്കായിട്ട് വിചാരിക്കരുത്, ഇത് ഭൂമിയാണ്. ഭൂമിയുടെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം ഇതാണ് എന്ത്? ക്രസ്റ്റ്. അതിൻ്റെ താഴെ കാണുന്ന ഇത്രയുള്ള ഭാഗം ആണ് എന്ത്? മാൻഡിൽ. ഓക്കെ, ഈ മാൻഡിലിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഈ മാൻഡിലിൻ്റെ ഈ മുകൾ ഭാഗവും ഈ ക്രസ്റ്റും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്താവുന്നത്? ലിത്തോസ്ഫിയർ. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. പിടികിട്ടിയെങ്കിൽ ഓക്കെ. ഇതിൻ്റെ കനം എന്ന് പറയുന്നത്, ലിത്തോസ്ഫിയറിൻ്റെ കനം എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. അതായത് ക്രസ്റ്റിൻ്റെ ഒരു 40 കിലോമീറ്ററും അപ്പർ എന്താ പറയുക മാൻഡിലിൻ്റെ 60 കിലോമീറ്ററും, ഏകദേശം ഒരു 100 കിലോമീറ്ററോളമാണ് അതിൻ്റെ കനം. ഈ 100 കിലോമീറ്ററോളം കല്ല് പോലെ ഇരിക്കണം. കാരണം മാൻഡിൽ എന്ന് പറയുന്നത് സെമി മോൾട്ടൺ ആണ്, അതായത് ഉരുകിയ ശിലാദ്രവമാണ്. അതായത് നിങ്ങൾ ഈ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ ഷെയ്ക്ക് വാങ്ങിച്ച് കുടിക്കാറില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഷെയ്ക്ക് ഉണ്ട്. ഈ ഷെയ്ക്ക് എന്ന് പറയുന്നത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അതോ കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്? വെള്ളം പോലെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ വെള്ളം പോലെ, കട്ട പിടിച്ചെന്ന് വെച്ചാൽ വേണമെങ്കിൽ കട്ട പോലെ അല്ലേ? അങ്ങനല്ലേ ഇരിക്കുന്നത്? ഒരു പക്ക വെള്ളം പോലെയാണോ? അതായത് നമ്മൾ പെപ്സിയൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനത്തെ വെള്ളമാണോ? അല്ലല്ലോ, ഇത്തിരി കട്ടിയുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ സ്ട്രോ വെച്ചൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ വരൂല, കട്ടിയുള്ളതുകൊണ്ട്. ശരിയാണെങ്കിൽ അപ്പോൾ അതാണ് സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ഇങ്ങനെയാണ് മാൻഡിൽ ഇരിക്കുന്നത്. പക്ഷെ മാൻഡിലിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ കട്ട പിടിച്ചിരിക്കുന്ന മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ലിത്തോസ്ഫിയറും കൂടെ ക്രസ്റ്റും കൂടെ ചേരുമ്പോൾ അതിനെ ലിത്തോസ്ഫിയർ എന്ന് പറയും. ലിത്ത് എന്ന വാക്കിനർത്ഥം കല്ല് എന്നാണ് അർത്ഥം. ലിത്ത് എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ലിത്തോസ്ഫിയർ. സ്ഫിയർ എന്ന് വെച്ചാൽ പാളി, കൽപ്പാളി എന്ന് പറയും. അതായത് 100 കിലോമീറ്ററോളം താഴത്തോട്ട് കുഴിച്ചാലാണ് നമ്മൾ പാതാളത്തിൽ എത്തിച്ചേരുന്നത്, ഐ മീൻ ആസ്തനോസ്ഫിയറിൽ എത്തിച്ചേരുന്നത്. പിടികിട്ടിയെന്ന് കൈവീശി കാണിച്ചേ. യെസ്, വെരി ഗുഡ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന മാൻഡിൽ. ഇനി ദ പോർഷൻ ബിലോ ദ അത് വേണ്ട, ആ ഒരു പോയിന്റ് നിങ്ങൾ വിട്ടേക്ക് കേട്ടോ. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോർ. ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ഉണ്ണി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ എന്ന് പറയുന്നത്. ബിലോ ദ മാൻഡിലിൻ്റെ താഴെ. ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇതിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും തിരിച്ചിട്ടുണ്ട്. ഔട്ടർ കോർ, ഇന്നർ കോർ. അതായത് പുറത്തുള്ള കോർ ഔട്ടർ കോർ, അകത്തുള്ള കോർ ഇന്നർ കോർ, അങ്ങനെ രണ്ടായിട്ടാണ് അതിരിക്കുന്നത്. ഓക്കെ, മെയ്ഡ് അപ്പ് ഓഫ് മാൻഡിൽ നിക്കൽ ആൻഡ് അയൺ. അപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളത് നിക്കലും അയേണും കൂടെയാണ്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 മിനറൽസ്, മൂലകങ്ങൾ എന്ന് പറയുന്നത് നിക്കലും അയണും. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഈ ഭൂമിയിലുള്ള സമസ്ത വസ്തുക്കളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മൂലകങ്ങൾ കൊണ്ടാണ്, എല്ലാവരും, നമ്മളടക്കം. അപ്പോൾ ഈ നമ്മുടെ ഈ കോർ അഥവാ കാമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുള്ള 2 മൂലകങ്ങൾ കൊണ്ടാണ്. അത് നിക്കലും അയേണും കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിക്കലും അയേണും കാരണം കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് നിഫെ. നിക്കലിൻ്റെ നീയും ഇരുമ്പിനെ കെമിസ്ട്രിയിൽ എന്താ പറയുക? ഫെറം. അപ്പോൾ ഫെറത്തിൻ്റെ ഫേയും നിക്കലിൻ്റെ നീയും ചേർന്ന് നിഫെ എന്ന് പറയും. ചിലവരെ ഇത് പഠിപ്പിച്ചിരിക്കുന്നത് നൈഫ് എന്നാണ്. നൈഫ് അല്ല കേട്ടോ, നിഫെ എന്നാണ് ഇതിനെ പറയുന്നത്. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. പിടികിട്ടിയെങ്കിൽ യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 5500 അപ്പോൾ ഇതാണ് നമ്മുടെ ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഇത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ് സാറേ, ഞങ്ങൾ ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും സംഭവം ഓക്കെയാണ്, സെറ്റാണ് എന്നുള്ളൊരു കൈവീശി കാണിച്ചേ. കണ്ട, അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂല്ലേ? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസസ് നൈട്രജൻ ആണെന്നും അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അതായത് നൈട്രജനും ഓക്സിജനും ആണ് 99% ഇവിടെ ഉള്ളത്. ബാക്കിയുള്ളത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ, അത് കഴിഞ്ഞാൽ ഓക്സിജൻ. നൈട്രജൻ ഏതാണ്ട് ഒരു 78% വരും, ഓക്സിജൻ ഏതാണ്ട് 20-21% വരും.
അപ്പോൾ 78 + 21 99% എടുത്താലും എന്താണ് ഈ പറഞ്ഞ പോലെ നൈട്രജൻ പ്ലസ് ഓക്സിജനാണ്. പിന്നെ 1%. ആ 1%ത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓസോണും ഹീലിയോ ഹൈഡ്രജനും ആർഗണും സെനോണും റെക്ടോണും അങ്ങനെയുള്ള പിന്നെ നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന കെമിക്കൽ ഗ്യാസസും എല്ലാവരും അടങ്ങിയത് ആ 1%. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ ചാപ്റ്ററിലെ അടുത്ത നിങ്ങൾ പഠിക്കേണ്ട സംഭവത്തിലേക്ക് നമുക്ക് വരാം. എന്താണ്? പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ വാട്ടർ. നിങ്ങളിത് പഠിക്കുകയല്ല വേണ്ടത്. എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇതല്ല, ഈ വാട്ടർ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്, ഏതൊക്കെ രീതിയിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ വാട്ടർ ഉണ്ട്, അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫേസ് ഈസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പേഴ്സ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അതായത് ദ പ്രോസസ് എന്ന് വെച്ചാൽ പ്രവൃത്തി, ബൈ വിച്ച് വാട്ടർ ഓൺ ദ എർത്ത് സർഫേസ്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വാട്ടർ ഹീറ്റഡ് ചൂട് പിടിച്ച്, ബൈ ദ സൺ സൂര്യൻ കാരണം കൊണ്ട് ചൂട് പിടിച്ച്, ആൻഡ് റീച്ചസ് അത് ഉയർന്നു പൊങ്ങി, ദ അറ്റ്മോസ്ഫിയർ റീച്ച് എന്ന് വെച്ചാൽ എത്തിച്ചേരുക, അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു, ആസ് വേപ്പർ അത് കണികകളായാണ് എത്തുന്നത്. വേപ്പർ എന്ന് വെച്ചാൽ കണികകൾ, തുള്ളികൾ, കുഞ്ഞു കുഞ്ഞി മുട്ട് പോലത്തെ സാധനങ്ങൾ, അതാണ് വേപ്പേഴ്സ്. ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ വെള്ളം ചൂട് പിടിച്ച് അത് ഗ്യാസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് സൂക്ഷ്മ കണികകളായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന പ്രവൃത്തിയെ നമ്മൾ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവീശി കാണിച്ചേ. ഇവാപ്പറേഷൻ ഒന്ന് കാണണം സാറേ. സിമ്പിൾ. രാവിലെ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് അമ്മ ചായ വെക്കുന്നത് അടുക്കളയിൽ പോയി നോക്കിയാൽ മതി. ഇങ്ങനെ വെള്ളം വെട്ടിത്തെളിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കൂടി ഒരു പുക പോകുന്നതാണ്. അതാണ് ഇവാപ്പറേഷൻ. പിന്നെ വേറെ പണിയില്ല. എന്നാൽ നിങ്ങളിപ്പോൾ ആലോചിച്ചത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്കിപ്പോൾ ഇവാപ്പറേഷൻ കാണണ്ട, ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്. അയ്യടാ അല്ലേ, ഇതല്ലേ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച് അല്ലേ സീബ്രക്കൊച്ചേ? ശരിയല്ലേ അല്ലേ? ഇതല്ലേ മനസ്സിൽ വിചാരിച്ചേ? അതെ. അപ്പോൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. അവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട്. അവിടെ 90 അല്ല 19 ആണ്. 19 കിലോമീറ്ററിനുള്ളിലാണ് അന്തരീക്ഷത്തിലെ, അല്ലെങ്കിൽ 19 എന്നും പറയണ്ട, നമുക്കൊരു കാര്യം ചെയ്യാൻ ഒരു 0 കളയാം. 9 കിലോമീറ്റർ മതിയാവും ഏകദേശം. മനസ്സിലായില്ലേ? ഏതാണ്ട് ഒരു 9 കിലോമീറ്ററിനുള്ളിൽ മാത്രമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക, അന്തരീക്ഷത്തിലെ ജലകണികകൾ അന്തരീക്ഷത്തിലുള്ളത്. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇതൊന്നും എക്സാമിന് ഭയങ്കരമായിട്ടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അത് നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോവാം. ഞാനതൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അഥവാ പൊടിപടലങ്ങളുണ്ട്. ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഹൗ ഡു ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? ഇത് പഠിക്കണം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിപ്പെടുന്നത് ഒന്ന് ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. അതായത് ഭൂമിയുടെ മുകളിൽ പൊടിപടലുണ്ടല്ലോ, നിങ്ങൾ സ്കൂളിലൊക്കെ ഓടിക്കളിക്കുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവാറില്ലേ? ഇതിനെ കാറ്റെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകും ചില സമയത്ത്. കാറ്റ്, അപ്പോൾ ലിഫ്റ്റഡ് ബൈ ദ വിൻഡ്, ഇങ്ങനെ കാറ്റെടുത്ത് മുകളിലോട്ട് കൊണ്ട്. കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമല്ലോ, ചില അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഭൂം എന്നൊരു പൊട്ടലായിരിക്കും. അപ്പോൾ ഒരു പുക തന്നെ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും. ചിലതിങ്ങനെ ഉരുകി ഒലിച്ചായിരിക്കും വരിക. ഈ ഉരുകി ഒലിച്ച് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അടപ്പ് ടക്ക് എന്നുകൊണ്ടൊരു പൊട്ടണ പരിപാടിയുണ്ട് അന്തരീക്ഷത്തിൽ. മനസ്സിലായോ? കുറേ കാലങ്ങളായിട്ട് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഒരു പൊടി ഇങ്ങനെ പറക്കും ഭയങ്കരമായിട്ട്. അത്രയും കാലം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൊടി മൊത്തം ഭൂം എന്ന് കൊണ്ടങ്ങോട്ട് ഇതാവും. അതാണ് ആ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ബേണിങ്സ് ഓഫ് ദ മെറ്റിയോർ. മെറ്റിയോർ എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക്? മെറ്റിയോർ എന്ന് വെച്ചാൽ ഒരു ബൈക്കൊന്നുമല്ല, ധൂമകേതു കൊള്ളിയ എന്നൊക്കെയാണ് അതിനെ പറയാം. കൊമറ്റ്. അതിങ്ങനെ ഭൂമിയുടെ ഒക്കെ അടുത്ത് കൂടി ഇങ്ങനെ ആകാശത്തു കൂടി ഇങ്ങനെ പോകും. ഇത് പോകുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എർത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം എർത്തിൻ്റെ ഒരു 680 കിലോമീറ്ററോളം മെയിൻ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറയാം, അറ്റ്മോസ്ഫിയറിൽ പ്രസൻസ് ഉണ്ട്. അതിലേക്കൂടെ എങ്ങാനുമാണ് പോകുന്നതെങ്കിൽ
നമ്മളുടെ പല സമയത്തും നമുക്കുള്ള സാറ്റലൈറ്റ് കണക്ഷൻ പോലും കട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒരു മാസ് അനുഭവപ്പെടുമ്പോൾ അത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നെന്ന് പറയാം. ഈ മെറ്റിയർ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആ മെറ്റിയർ ചില സമയത്ത് ജ്വലിക്കും. അതായത് ഇവിടുത്തെ വാതകത്തിൻ്റെ വായുവിൻ്റെ പ്രസൻസ് കാരണം അത് ജ്വലിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കഷ്ണവും കല്ലും പൊടിയൊക്കെ എന്ത് ചെയ്യും, താഴത്തോട്ടേക്ക് വരും. അങ്ങനെയും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് വരുന്നുണ്ടെന്നാ പറയുക, പൊടിപടലങ്ങൾ വരുന്നുണ്ടെന്നാ പറയുക. മുകളിൽ നിന്ന് ഇഷ്ടം പോലെ മണ്ണ് പൊടി മുകളിൽ നിന്ന് ഇങ്ങനെ വർഷാവർഷം തോറും ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നത്. പിന്നെ സം എക്സ്പ്ലോഷൻസ് ഹാപ്പനിങ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടിത്തെറികൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇറാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലൊക്കെ വിട്ട് പൊട്ടിക്കുന്നുണ്ടില്ലേ. അപ്പോൾ അതേപോലെയുള്ള ചില എക്സ്പ്ലോഷൻസ് ഒക്കെ ഭൂമിയിൽ ഇടയ്ക്ക് നടക്കാറുണ്ട്. അതും ഒരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത് 3 ആൾക്കാരാണ്. ഒന്ന് വാട്ടർ, പിന്നൊന്ന് ഗ്യാസ്, പിന്നൊന്ന് ഡസ്റ്റ്. ഇത് 3ഉം കൂടെ ഒരുമിച്ച് കൂടിയാൽ ആരുണ്ടാകും? ഇത് 3ഉം കൂടെ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഉണ്ടാകുന്ന സാധനമാണ് ക്ലൗഡ്, മേഘങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതിതാണ്, വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അന്തരീക്ഷത്തിൽ മലിനീകരണങ്ങൾ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, വേസ്റ്റ് ഡിസ്പോസൽസ് ഇൻക്ലൂഡിങ് ദ ഓപ്പൺ ബേണിംഗ്, നമ്മൾ പുറത്തിട്ട് ഇത് കത്തിക്കൽ. മറ്റൊന്ന് ക്രോപ്പ് ബേണിംഗ്, നമ്മൾ വിളകൾ നെൽപ്പാടങ്ങളിൽ നെല്ലൊക്കെ എടുത്തതിന് ശേഷം ആ കച്ച് പാടത്ത് തന്നെ ഇട്ട് കത്തിക്കും. എന്തിനാണ്? ചാരമുണ്ടാകാൻ. അപ്പോൾ അടുത്ത തവണ നന്നായി കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാണ് ഒരാൾ കത്തിക്കുന്നത്. ബേണിങ്സ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, നമ്മൾ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതൊക്കെ നമ്മൾ കത്തിക്കാറില്ലേ. അപ്പോൾ അതൊക്കെ കത്തുന്നത് അന്തരീക്ഷത്തിൽ പൊല്യൂഷൻ ഉണ്ടാകുള്ളൂ. ശരിക്കും ഈ വാഹനങ്ങളൊക്കെ ഓടുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് പറയാം. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻ, അതായത് ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരുപാട് പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദോഷം ചെയ്യും. ഈ അഗ്നിപർവ്വതങ്ങൾ തന്നെ കാടായിരിക്കും ചിലപ്പോൾ, അതിൽ തന്നെ ഇങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ നശിച്ചു പോകില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പൊല്യൂഷൻസ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് വരേണ്ടത്. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗത്തുള്ള ഓരോ അറ്റ്മോസ്ഫിയറിക് ലെയർ, അതായത് നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയർ ലെയറിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കോറിനെ കുറിച്ച് പറഞ്ഞു, മാൻഡിലിനെ കുറിച്ച് പറഞ്ഞു, ക്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ലെയറുകളുണ്ട്. ആ അറ്റ്മോസ്ഫിയറിലുള്ള ലെയറുകളെ നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മളൊക്കെ താമസിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ആവറേജ് ഹൈറ്റ് 13 കിലോമീറ്റേഴ്സ് ടു 18 കിലോമീറ്റർ, ഏകദേശം ഒരു 13 മുതൽ 18 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പേഴ്സ് ആർ ദ മോസ്റ്റ് അബൗണ്ടന്റ് ഇൻ ഹിയർ. ഇവിടെ പൊടിപടലങ്ങളും വെള്ളത്തിൻ്റെ സാന്നിധ്യവും ധാരാളമായി ഈ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. അറ്റ്മോസ്ഫിയറിക് ഫെനോമിന ഒക്കർ ഇൻ ദിസ് ലെയർ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. അടുത്തത് ഇതിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ, അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് എന്നാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് എബവ് ദ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. ആവറേജ് ഹൈറ്റ് 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഓസോൺ ലെയർ ഈസ് ഇൻ ദിസ് സ്ട്രാറ്റോസ്ഫിയർ, ഇൻ ദിസ് ലെയർ. ഈ ഒരു ലെയറിലാണ് ഓസോൺ പാളി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 25 കിലോമീറ്റർ. അപ്പോൾ ഓസോൺ ലെയർ എവിടെയാണ് കാണുന്നത്? ഭൂമിയിൽ നിന്ന് 25 കിലോമീറ്റർ മേലോട്ട് പോയാൽ ഓസോൺ ലെയർ. 25 കിലോമീറ്റർ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ശ്വാസം കിട്ടില്ല, നമ്മൾ ചത്തു. നമുക്ക് മാക്സിമം ഒരു 9 കിലോമീറ്റർ 10 കിലോമീറ്റർ വരെ പൊങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പണിക്കുറ്റം കഴിയും. അതിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വല്ല ഈ പറഞ്ഞ പോലെ സ്പേസ് സ്യൂട്ട് പോലത്തെ ഒക്കെ സാധനം കിട്ടൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് പോകേണ്ടി വരും കേട്ടോ. ചൂടോ തണുപ്പൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല മുകളിലോട്ടൊക്കെ പോകും തോറും. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് മെസോസ്ഫിയർ. മെസോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? സിറ്റുവേറ്റഡ് എബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലാണ് മെസോസ്ഫിയർ. ആവറേജ് ഹൈറ്റ് 80 കിലോമീറ്റർ, ഏകദേശം 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. ഡിക്രീസസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ആൻഡ് ഹൈറ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, മുകളിലോട്ട് പോകും തോറും തണുപ്പാണ് കേട്ടോ കൂടുന്നത്. ഡിക്രീസ് ചെയ്യുക ടെമ്പറേച്ചർ, അതായത് ചൂട് കുറഞ്ഞു വരും. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ് -100 ഡിഗ്രിയാണ്. ഇവിടെയാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പ്, -100 ഡിഗ്രി. -100 ഡിഗ്രിയുള്ള സ്ഥലം ട്രോപ്പോസ്ഫിയറിലുണ്ട്. ഇപ്പോൾ അന്റാർട്ടിക്കയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ -80 ഡിഗ്രി ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ?
എന്നാലും ഒരു -100 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയർ മൊത്തം അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ -100 മാത്രമുള്ള സ്ഥലങ്ങളല്ല. അവിടെ -100 അല്ലാത്ത സാധാരണ 30-40 ഡിഗ്രിയുള്ള സ്ഥലങ്ങൾ, 55 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ -60-63 അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ ലെയർ മൊത്തം -100 ഭയങ്കര തണുപ്പാണ്. ഇവിടെ എങ്ങാനും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം ഐസ് പിടിച്ച് നമ്മൾ ചത്തു. ദ മെറ്റീരിയൽസ് ദാറ്റ് ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ, ഇവിടെയാണ് ഉൽക്കകളൊക്കെ കത്തിജ്വലിച്ച് പോവില്ലേ. കാരണം ഇത്രയും തണുപ്പിൽ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ജ്വലനം കൂടും ഈ ഭാഗത്ത് കൂടെ പോകുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മീസോസ്ഫിയർ. ദെൻ ലാസ്റ്റ് 2 കൂടിയുണ്ട് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് വെച്ചാൽ 80 to 40 കിലോമീറ്റർ, 400 കിലോമീറ്റർ, 80 മുതൽ 400 കിലോമീറ്റർ. ശരിക്കും 400 കിലോമീറ്റർ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ കാർമൻ ലൈൻ എന്നൊരു ലൈൻ ഉണ്ട്. അതിനപ്പുറം ബഹിരാകാശമാണെന്നാണ് പൊതുവെ പറയാറ്, സ്പേസ് ആണെന്നാണ്. എന്തിനു പറയുന്നത്? നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആകാശത്തൂടെ പോണത് അതുപോലും 450 കിലോമീറ്ററാണ്. അപ്പോൾ ഈ തെർമോസ്ഫിയറിൻ്റെ പരിധി പെടും ശരിക്കും അതൊക്കെ. തെർമോസ്ഫിയർ 400 അല്ല കേട്ടോ, 400 മുകളിൽ കുറച്ചും കൂടി ഉണ്ട്. കാരണം എബൌട്ടാണ് ഞാൻ പറഞ്ഞത്, ഏതാണ്ട് ഒരു 450-500 കിലോമീറ്റർ വരെ വരും. ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, മുകളിലോട്ട് പോകുന്ന ഒരു ചൂട് കൂടി വരുന്ന ഒരു ലെയറാണ് തെർമോസ്ഫിയർ. ഇറ്റ്സ് ലോവർ പാർട്ട് ഈസ് നോൺ ആസ് അയോണോസ്ഫിയർ. ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് പറയും. ഈ അയോണോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് സാറ്റലൈറ്റുകളിൽ നിന്നൊക്കെയുള്ള തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങളൊക്കെ ഭൂമിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ വോയേജറൊക്കെ നമ്മളൊക്കെ വിട്ടുപോയി, എന്നാലും വോയേജറിൻ്റെ സിഗ്നലൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ അയോണോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ, പിടികിട്ടിയെങ്കിൽ. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, എക്സോസ്ഫിയർ എന്ന് പറയും. ഭൂമിയുടെ പുറമേ ഉള്ള അന്തരീക്ഷം എന്നാണ് അതിനെ പറയാറ്. അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം, അന്തരീക്ഷത്തിൻ്റെ പുറമേ ഉള്ളത്. അങ്ങനെയും കൂടി ഉണ്ടെന്നാണ് പറയാം പൊതുവെ. അത് നമുക്ക് കാണാനൊന്നും പറ്റുമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പൊതുവെ പറയല്ലേ, നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും അവസാനം നെപ്റ്റ്യൂൺ വരെയുള്ള പ്ലാനറ്റ് വരെയാണ് നമ്മുടെ ഇത് ഗാലക്സി എന്ന് അല്ലേ, നമ്മുടെ ഇത് എന്താ പറയുക, ക്ഷീരപഥം എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷെ അത് കഴിഞ്ഞാലും ഉണ്ടെന്നാണ് പറയാം. അതേപോലത്തെ ഒരു ഭൂമി കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട, 400 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും ഒരു അന്തരീക്ഷമുണ്ട്. അറ്റ്മോസ്ഫിയറിൻ്റെ പുറത്തുള്ള പുറന്തോട് എന്നൊക്കെ പറയും. അതിനെയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ ദ എക്സോസ്ഫിയർ. ഇവിടെ അന്തരീക്ഷത്തിൽ വാതക കണികകൾ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ, അതായത് പ്യുവർ സ്പേസ് ആണെങ്കിൽ വാതകം ഉണ്ടാവില്ല. അവിടെ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഗ്യാസിൻ്റെ ചെറിയ കണികകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന്, ഭൂമിയുടെ ഇൻറ്റീരിയർ പാർട്ട്, ഭൂമിയുടെ ഉള്ളറകൾ. മറ്റൊന്ന്, ഭൂമിയുടെ ഈ പറയുന്ന ലെയറുകൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. പിന്നെ പഠിക്കേണ്ടത് വാട്ടർ മോളിക്യൂൾസ് ഓൺ അറ്റ്മോസ്ഫിയർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓൺ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ കണികകൾ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തൊരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കാം. അതായത് നമ്മുടെ ഈ സൂര്യനിൽ നിന്ന് പതിക്കുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും നിങ്ങൾ ഒരു 3-4 പഠിക്കുക. അത് സിമ്പിളല്ലേ. ഒന്ന്, കൊളാപ്സ് ഓഫ് ഫുഡ് ചെയിൻ, ഭക്ഷ്യശൃംഖല തകരുന്നു. ക്രോപ്സ് ഡാമേജ്, വിള പരിവൃത്തി നശിക്കുന്നു. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം വരുന്നു. ബ്ലൈൻഡ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ്, തിമിരവും മാലക്കണ്ണും വരാൻ സാധ്യതയുണ്ട്. സ്കിൻ ക്യാൻസർ, ത്വക്കിലെ ക്യാൻസറിന് കാരണമാണ്. ഇത് നിങ്ങളൊന്ന് നോക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ ലെയർ ഒന്ന് വായിച്ച് നോക്കിയേക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, നിങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതാദ്യം പഠിക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇത് നിങ്ങൾ വേഗം ഒന്ന് പഠിക്കാം. ആദ്യം ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രസ്റ്റ്, മാൻഡിൽ, കോർ അതും പഠിക്കാം. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ കവർ ചെയ്തല്ലോ അല്ലേ ഈ ചാപ്റ്ററിൽ നിന്ന്. അങ്ങനെ നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് സാറുമാർ ചോദിക്കാമല്ലോ. സാറന്മാരെ ഒരു കാര്യം ചെയ്തോളൂ, ഒരു 5 മിനിറ്റ് സമയം ഞാൻ തരാം. ഈ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞു കൊടുക്കൂലേ മക്കളെ? സാറുമാർക്ക് പറഞ്ഞു കൊടുക്കുമെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ മക്കളെ. എല്ലാവരും വന്നു കഴിഞ്ഞു. കുറച്ച് പേര് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാനുണ്ട് കേട്ടോ. അൽത്താഫ് മോനെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തരാ. ഓക്കെ 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 അപ്പോൾ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ 4ാമത്തെ ചാപ്റ്റർ നമ്മളൊന്ന് നോക്കണം. 4ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മുടെ ഫൈനൽ എക്സാമിന് കയറി വരാറുണ്ട്.
അപ്പോൾ നാലാമത്തെ ചാപ്റ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടതായിട്ട് വരും. ഹാദിയൊക്കെ വിചാരിക്കുന്നത് നാലാമത്തെയൊക്കെ വരുമോ? തീർച്ചയായിട്ടും വരും ഹാദിയ. നാലാമത്തെയൊക്കെ ചാപ്റ്ററിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ശരിയാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ മക്കളെ. സർ പറഞ്ഞ ശരിയാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് സമയം കളയണ്ട. ഫ്രം ജസ്റ്റിസ് ടു ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അതിൻ്റെ അകത്ത് മാർജിനലൈസേഷൻ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. വാട്ട് ഈസ് കോൾഡ് മാർജിനലൈസേഷൻ? എന്താണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം? അങ്ങനെയും പറയാറുണ്ട് മലയാളത്തിൽ. അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. വളരെ സിമ്പിൾ. നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാമെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അറിയാമെങ്കിൽ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകണം, ഒരു ജോലി ഇൻ്റർവ്യൂവിന് പോകണം. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 2 പേര് പോകുന്നു. ഏതെങ്കിലും ഒരു 2 പേര് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ വലിയ ജാതിയിലുള്ള ആൾ, മറ്റൊരാൾ ഒരു താഴെയുള്ള ജാതിയിലുള്ള ഒരാൾ, അങ്ങനെ പറയാം. അങ്ങനെ 2 ജാതിക്കാർ പോകണം. വലിയ ജാതിയിലുള്ള ആൾ അധികമൊന്നും പഠിക്കുകയൊന്നുമില്ല, വലിയ മാർക്കൊന്നുമില്ല പരീക്ഷയ്ക്ക്, ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ. പക്ഷെ താഴ്ന്ന ജാതിയിലുള്ള ആൾ നല്ല മാർക്കൊക്കെ ഉണ്ട്, അടിപൊളി നല്ല സെറ്റപ്പ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇയാളോട് ജാതി ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ താഴ്ന്ന ജാതിയാന്ന് പറയും. മറ്റൊരാൾ ചോദിക്കുമ്പോൾ പറയും ഞാൻ ഉയർന്ന ജാതിയാന്ന് പറയും. അപ്പോൾ മാനേജർ എന്ത് ചെയ്യണം, ഈ ഉയർന്ന ജാതിക്കാരനെ എടുക്കുകയാണ്. നീ മതി, നീ ഓക്കെ, നമ്മളൊക്കെ അല്ലേ. എന്നിട്ട് മറ്റേ ആളോട് പറയണത് തനിക്കിപ്പോൾ ജോലിയില്ല, പിന്നെ ഏതെങ്കിലും അവസരം വരുമ്പോൾ വിളിക്കുക, ഇപ്പോൾ താൻ പോയിക്കോ എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് പാർശ്വവൽക്കരണം അഥവാ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. പിടികിട്ടിയെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ മാത്രമല്ല, സ്ത്രീകൾ, കുട്ടികൾ, അല്ലെങ്കിൽ പ്രായമായവർ, അങ്ങനെ പല ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട് പല മേഖലകളിലായിട്ടും. അപ്പോൾ എന്താണ് മാർജിനലൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ്, ഇതൊരു പ്രവൃത്തിയാണ്, ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്, എക്സ്ക്ലൂഡിങ് പുറത്താക്കുക, സം ഗ്രൂപ്പ്സ് ചില വിഭാഗക്കാരെ, ഫ്രം ദ പ്ലേസ് വെയർ ദേ ഡിസർവ് ഈക്വൽ കൺസിഡറേഷൻ. അതായത് ഒരു വ്യക്തിക്ക് തുല്യ പ്രാധാന്യം ലഭിക്കേണ്ട പല സ്ഥലങ്ങളിൽ നിന്നും അവരെ പുറത്താക്കുന്നതിനെയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. മാർജിനലൈസേഷൻ ഇൻ സൊസൈറ്റീസ് ഒക്കർ ഫോർ മെനി റീസൺ. മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു സംഭവം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാർജിനലൈസേഷൻ നേരിടുന്ന ആൾക്കാർ ആരൊക്കെയാണ്. അത് മുഴുവനൊന്നും പഠിക്കേണ്ട. അല്ലെ വുമൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെ ദളിത്, ട്രൈബൽസ്, മൈനോറിറ്റീസ്, ഇത്രയും പഠിച്ചാൽ മതി. അല്ലാണ്ട് മുഴുവനൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട. വുമൺസ്, ട്രാൻസ്ജെൻഡർ, ദളിത്, ട്രൈബ്സ്, മൈനോറിറ്റി, 5 വിഭാഗക്കാരാണ് മെയിനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് അനുഭവിക്കുന്നത്. നമുക്ക് ആദ്യം ദളിതിൻ്റെ പ്രശ്നം നോക്കാം. ദളിതിൻ്റെ പ്രശ്നം നോക്കുമ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദ ഗ്രേറ്റ്നെസ് ഓഫ് അയ്യങ്കാളി ഈസ് ദാറ്റ് ഹി റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ ദ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എക്സ്പ്ലെയിൻ. അതായത് ഈ അയ്യങ്കാളി എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൻ്റെ സാമൂഹിക നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ, അതായത് ശ്രീനാരായണ ഗുരു വരുന്നു, ചട്ടമ്പി സ്വാമികൾ വരുന്നു, അതേ ലിസ്റ്റിൽ എടുത്തു വയ്ക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി കേരളത്തിലെ ഒരു സോ കോൾഡ് ലോവർ കാസ്റ്റിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ലോവർ കാസ്റ്റ് എന്ന് അപ്പർ കാസ്റ്റ് എന്ന് ധരിക്കുന്നവർ പറയുന്നു. അങ്ങനത്തെ ഒരു താഴ്ന്ന കാസ്റ്റിൽ ജനിച്ച ഒരാളാണ്. പക്ഷേ പുള്ളി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നമുക്കെല്ലാവർക്കും പഠിപ്പുണ്ടെങ്കിൽ, വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ പിന്നെ ലോവർ കാസ്റ്റ് ഹയർ കാസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് പഠിപ്പ്, വായന, പഠനമാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായി, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വാസ് ഡിനൈഡ് to the so-called lower caste by those who considered themselves as the upper caste.
അപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം വെർ ഡിനൈഡ്, അത് നഷ്ടപ്പെടുത്തിയിരുന്നില്ല, നൽകി കിട്ടിയിരുന്നില്ല ടു ദ സോ കോൾഡ് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവർ. ആര് പറയുന്നത്? ദോസ് ഹൂ കൺസിഡർ ദംസെൽഫ് ആസ് അപ്പർ കാസ്റ്റ്. നമ്മൾ ഉയർന്ന ജാതിക്കാരാണെന്ന് സ്വയം മേനി നടിക്കുന്ന ചില ആളുകൾ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് പലർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിച്ചു. മഹാത്മാ അയ്യങ്കാളി വർക്ക്ഡ് ടു പ്രൂവ് ഈക്വൽ എഡ്യൂക്കേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഡിപ്രൈവ്ഡ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ദളിതർ അനുഭവിച്ചിരുന്ന പ്രശ്നം എന്താണ്? അതാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു മെയിൻ ചോദ്യം എന്ന് വെച്ചാൽ ദളിതർ അനുഭവിച്ചിരുന്ന മാർജിനലൈസേഷൻ എന്താണ്, പാർശ്വവൽക്കരണം എന്താണ്? നോക്കിയേ, there was a time when Dalits had to ride to travel on vehicles, walk on public road, wear good clothes and access education. ഇവിടെ ഒരു കാലം ഉണ്ടായിരുന്നു, ദളിതർക്ക് നേരെ ചൊവ്വേ പൊതുവഴിയിലൂടെ നടന്നു പോകാൻ പറ്റില്ല, അവർക്ക് ഒരു വാഹനത്തിൽ കയറി സഞ്ചരിക്കാൻ പറ്റില്ല. അതായത് വില്ലുവണ്ടി, കുതിരവണ്ടി, അതിലകത്തൊന്നും അവർക്ക് കയറാൻ പറ്റില്ല. വേണമെങ്കിൽ കാളവണ്ടി കയറാം, അല്ലെങ്കിൽ കഴുതവണ്ടി കയറാം. ഓക്കെ, വാക്ക് ഓൺ പബ്ലിക് റോഡ്, പൊതുവഴി കൂടെ പോകാൻ പാടില്ല. വെയർ ഗുഡ് ക്ലോത്ത്, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല. നല്ല കസവ് മുണ്ടും ഷർട്ടൊന്നും ധരിച്ച് ഇവർ നടക്കാൻ പാടില്ല. ദളിതരായിട്ടുള്ള ആൾക്കാർ നടക്കാൻ പാടില്ല. നടന്നാൽ അവരെ പിടിച്ച് തല്ലും. ഇങ്ങനെയൊക്കെ നടക്കാനും മാത്രം നീ ആരാടാ എന്ന് ചോദിച്ചിട്ടാണ് തല്ല്. മനസ്സിലായില്ലേ? വെയർ ടു ഗുഡ് ക്ലോത്ത് ആൻഡ് ആക്സസ് എഡ്യൂക്കേഷൻ. എന്തിനു പറഞ്ഞു? പഠിക്കാനുള്ള അവകാശം പോലും അവർക്കുണ്ടായിരുന്നില്ല. ദേ വെർ ഡിപ്രൈവ്ഡ്, അവർ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ഓഫ് ദ ബേസിക് ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യം പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ഡിഗ്നിറ്റി, ഒരു അന്തസ് അവർക്ക് കൊടുത്തിട്ടില്ല. നല്ലൊരു പേരിടാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പോൾ അവർക്ക് എന്താ പറയുക, ലക്ഷ്മി, പാർവതി, സരസ്വതി അങ്ങനെയുള്ള പേരുകളൊന്നും ഇടാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ ഇടണ്ട, അതൊക്കെ പറയും. മനസ്സിലായില്ലേ? എന്നിട്ട് അവർക്കൊക്കെ വേറെ എന്തെങ്കിലും പട്ടിക്കും പൂച്ചയ്ക്ക് കിട്ടുന്ന പേരൊക്കെ ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം, എന്തിന് തുല്യതയും കിട്ടിയിരുന്ന, സ്വാതന്ത്ര്യവും കിട്ടിയിരുന്നില്ല അവർക്ക്. അവർക്ക് വേറൊരു കാര്യം, അവർ പറയും, ഉയർന്ന ജാതിക്കാർ പറയുന്ന പണിയെടുത്ത് ജീവിക്കുക എന്നല്ലാണ്ട് അവർക്ക് വേറൊരു സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സച്ച് ഡിസ്ക്രിമിനേഷൻസ് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് ഈസ് സീരിയസ് വയലേഷൻസ് ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്. നോക്കിയേ, അപ്പോൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു വിവേചനം എന്ന് പറയുന്നത് സീരിയസ് വയലേഷൻ, വളരെ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ഒരു ശരിയല്ലായ്മ, തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമായിരുന്നു അത്. അപ്പം ഇങ്ങനെ ദളിതർ അനുഭവിച്ചിരുന്ന പ്രശ്നം എല്ലാവർക്കും പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയ മാർക്കിനാണെങ്കിൽ പോലും ഓരോ വ്യക്തികളെയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടാവും ടെക്സ്റ്റിൽ. അതായത് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പറയുന്ന ദളിതരുടെ പ്രശ്നങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുകളുണ്ട്. അതിലെടുത്തു പറയേണ്ട കേരളത്തിൻ്റെ നമ്പർ 1 നവോത്ഥാന നായകൻ, അതായത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഫേമസ് ആയവരുടെ ലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ChatGPT വരെ അടിച്ചു നോക്കുക. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള പേര്, ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള മറ്റേ നാരായണൻ, അതേപോലെ തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ, അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാൽ, അതുപോലെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കേരളത്തിന് പുറത്തറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്പർ 1 പൊസിഷനിൽ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും വലിയ എന്തിനു പറയുന്നത്, നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തെ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരു ഉണ്ട്. അവരുടെ ഒഫീഷ്യൽ കറൻസി കോയിനിൽ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതുള്ള പേരുള്ള മുദ്ര പതിപ്പിച്ച കോയിൻ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടൊരു പേരുണ്ട്, എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പറയൂല, അതേപോലെയുള്ള വചനങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓഫ് കോഴ്സ് കുര്യാക്കോസ് അലിയാസ് ചാവറ അച്ഛൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന കുര്യാക്കോസ് അച്ഛൻ. അപ്പോൾ അത് വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ്. ഇദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ പറയുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ക്രീഡകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുക, പഠിപ്പിക്കുക, ആരോഗ്യ സംരക്ഷണം കൊടുക്കാനൊക്കെ വേണ്ടി ഒരുപാട് ആതുരാരോഗ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മുൻകൈ എടുത്തൊരു വ്യക്തിയാണ് ചാവറച്ചൻ. ദെൻ അയ്യ വൈകുണ്ഠസ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ പോൽ സാമൂഹ്യ ന്യൂനപക്ഷ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ്
KP കറുപ്പൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പാർലമെൻറ്റിലെത്തിയ വനിത ഒരുപക്ഷെ ദാക്ഷായണി വേലായുധനായിരിക്കും. പിന്നെ ജ്യോതിറാവു ആൻഡ് സാവിത്രി ഫുലെ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇതിനു വേണ്ടി പോരാടിയിട്ടുള്ളത്. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള വ്യക്തികൾ. ഇവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് കയറി വരുള്ളൂ. ഇത് മുഴുവനും പഠിക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഞെട്ടിത്തിരിക്കൊന്നും വേണ്ട. അപ്പോൾ ദളിതർ അനുഭവിച്ച പ്രശ്നം എല്ലാവർക്കും പിടികിട്ടി. ദളിതർക്ക് വേണ്ടി പോരാടിയ വ്യക്തികളാണ് ഇവരെല്ലാവരും. ഇനി നമുക്ക് അടുത്തത് ട്രൈബൽസ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. കാരണം ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു വായന ആവരുത്, നിങ്ങൾ കാര്യമായി തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചേക്കുക. ദ ട്രൈബൽസ് ലിവ്ഡ് ടുഗെദർ ഇൻ ദ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക ഭൂപ്രദേശങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ പൊതുവെ ട്രൈബ്സ് എന്ന് പറയുന്നത്. ദേ ഫോളോ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്, ആർട്ട്, കൾച്ചർ ആൻഡ് വാല്യൂസ്. ഇവർ പിന്തുടരുന്നത് ഇവരുടേതായ ജീവിത രീതിയും ഇവരുടേതായിട്ടുള്ള കലാരൂപങ്ങളും ഇവരുടേതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരായിരുന്നു ഈ പറയുന്ന ട്രൈബൽസ് എന്ന് പറയുന്നത്. The tribal people who had the supreme command over the resources of their natural habitat gradually lost their controls where the subsequently marginalized. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഇവരുടെ ഈ സ്വാഭാവിക അധിവാസ വ്യവസ്ഥയുടെ വിഭവങ്ങൾ മേലുള്ള പരമാധികാരം പലപ്പോഴും ഇവർക്ക് ക്രമേണ നഷ്ടപ്പെടുകയും അതില്ലാണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നർമ്മദയുടെ തീരത്ത്, ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്തായിട്ട് ഒരുപാട് ആദിവാസികളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു ഡാം കെട്ടാൻ തീരുമാനിച്ചു, നർമ്മദ നദിക്ക് കുറുകേറ്റ്. അപ്പോൾ ഡാം കെട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം തടഞ്ഞു നിർത്തും. അപ്പോൾ വെള്ളം ധാരാളമായിട്ട് വരും. വെള്ളം ധാരാളമായിട്ട് വരുമ്പോൾ ഈ ആദിവാസി കുടിൽ ആ ഭാഗത്തോട്ട് കയറും. അങ്ങനെ വന്നപ്പോൾ ആദിവാസികളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഈ ഡാമിൻ്റെ പ്രൊജക്റ്റ്. അപ്പോൾ അവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു കുടുംബം പോലെ ഒരുമിച്ച് ജീവിച്ചിരുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് സർക്കാർ പലയിടത്തായിട്ടൊക്കെ ഭൂമിയൊക്കെ കൊടുത്ത് പിരിഞ്ഞു പോകേണ്ടി വന്നു. അതോടുകൂടി ഇല്ലാണ്ടായത് ആ ആദിവാസി സംസ്കാരം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫോ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ പിന്നെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർ വേറെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലോട്ട് വന്നുകൂടി അവരില്ലാണ്ടായി, അവർക്ക് അവരുടെ ജീവിതം നശിച്ച പോലെ. അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണ് ആദിവാസികൾ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ അവർ സൊസൈറ്റി? നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ വാട്ട് ഈസ് ദ റീസൺ, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. നോക്കിയേ, ഇവിടെ പറയുന്നൊരു കാര്യമാണ്, ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ഒരു കാലഘട്ടത്തിൽ വുമൺ വെയർ ഫോർബിഡൻ ടു എൻഗേജ് ഇൻ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്. സ്ത്രീകൾക്ക് കലാപരമായ പ്രവർത്തനങ്ങളിൽ പോലും കടന്നു വരാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ പണ്ടൊരു കാര്യം മനസ്സിലാക്കണം, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോലും നായികമാരൊന്നും കിട്ടൂല. എന്നിട്ട് പല സിനിമകളിലും ക്യാരക്ടറൊക്കെ സ്ത്രീകളല്ലാഞ്ഞിട്ട് ആണുങ്ങൾ സാരിയൊക്കെ കൊടുത്ത് സ്ത്രീകളുടെ വേഷം കെട്ടിയൊക്കെ അഭിനയിച്ച നാടകങ്ങളിലും സിനിമകളിലും സ്കിറ്റുകളിലൊക്കെ അഭിനയിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അത്തരം ഷോകളിലും അഭിനയിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും സ്ത്രീകളെ വിടൂല. വേണ്ട, സ്ത്രീ ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അവരെ വിടില്ല. വുമൺ വെയർ മാർജിനലൈസ്ഡ് or denied equal right just because of their gender. സ്ത്രീകൾ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ടത്, അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കാതെ പോയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. എന്താണ് ആ കാരണം എന്നറിയോ? അവർ സ്ത്രീകളായതുകൊണ്ട്. സ്ത്രീയാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, misconceptions persisted in the societies that women deserve only lower status in the field of art, education, work and domestic sphere. അതായത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ കാരണം കൊണ്ട്, ഇത്തരം കിംവദന്തികളൊക്കെ പടർന്നത് കൊണ്ടൊക്കെ തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും പല മേഖലകളായിക്കോട്ടെ, ഇപ്പോൾ ആർട്ടായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വർക്കായിക്കോട്ടെ, ഡൊമസ്റ്റിക് സ്ഫിയർ, ഒറ്റ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മറ്റ് പദവികളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് താഴ്ന്ന പദവിയാണ് കിട്ടിയിരുന്നത്. നിങ്ങൾ നോക്കുക, ഒരു സിനിമ ആരുടെ പേരിലാണ് ബിസിനസ് ആവുന്നത്? നായകൻ്റെ പേരിലാണോ നായികയുടെ പേരിലാണോ? നായകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നായകൻ്റെ പേരിൽ. നമ്മൾ പറയൂലേ, മോഹൻലാലിൻ്റെ പടം, മമ്മൂട്ടിയുടെ പടം എന്നല്ലേ പറയാറ്, അല്ലാതെ മഞ്ജു വാര്യരുടെ പടം അതിലത് മോഹൻലാലുണ്ട് അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. മെയിനായിട്ട് നമ്മൾ പറയുന്നത് മോഹൻലാലിൻ്റെ സിനിമ കാണാൻ പോകാമെന്നല്ലേ.
പിന്നെ അപൂർവം ചില സിനിമകളൊക്കെ ഉണ്ടാവും, ആ പടത്തിൽ പെങ്കൊച്ചലെ നായിക, അതിൻ്റെ പേരിലല്ല ആ സിനിമ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ മെയിനായിട്ട് ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗൻഡ ആരുടെ പേരിലാണ്? ആണുങ്ങളുടെ പേരിലാണ്. നിങ്ങൾ നോക്കുക, സിനിമയിൽ ഡയറക്ടർമാർ അല്ല, ഡൗട്ട് ഉണ്ട്, അത് നമുക്ക് ചോദിച്ചു നോക്കാം. സാറേ അതൊന്ന് വിളിച്ചേ, ഏറ്റവും ആദ്യം റേസ് ഹാൻഡ് ചെയ്തിരിക്കണം. ആ അനിക മോനെ പറഞ്ഞടാ. ഗേൾസില് നായികയായിട്ട് വന്ന ഒരാളുണ്ട്. ആരാണത്? അത് ലോകയിലെ. അതിപ്പോൾ ലോക മാത്രമല്ല, ലോകയ്ക്ക് മുമ്പ് എന്താ പറയുക, അതിനു മുമ്പ് ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനു മുമ്പ് വാണി വിശ്വനാഥ് നായികയായിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് അങ്ങനെ ഒരുപാട് സിനിമകൾ സൂപ്പർ ഹീറോ ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള സ്ത്രീകളുടെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ സിനിമയുടെ ബിസിനസ് എന്താണെന്നറിയോ? അതിൽ DQ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്, ടൊവിനോ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫാക്ടേഴ്സ്, അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ചുമലല്ല. പിന്നെ വുമൺ സെൻട്രിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി പോയിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു കൊല്ലത്തിനടുക്കായിരുന്നു അല്ലേ? അതിനുശേഷം എത്ര സ്ത്രീകൾ നായകന്മാരായിട്ടുള്ള സിനിമകൾ വന്നു ലോകയ്ക്ക് ശേഷം ഒരെണ്ണം പറയാൻ പറ്റുമോ? അതിനുശേഷം മോഹൻലാലും മമ്മൂട്ടിയും മറ്റുള്ളവരൊക്കെ വന്നത് ഒരു 10 വേണമെങ്കിൽ ഞാൻ പറയാം. മനസ്സിലായില്ലേ? അതാണ്, ഒരെണ്ണം സംഭവിച്ചു എന്നുള്ളതല്ല, അതിപ്പോൾ കാലഘട്ടങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്. പണ്ട് ഭയങ്കര റീച്ച് കിട്ടിയ സിനിമകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു നായിക ഉണ്ടായിരുന്നു മലയാളത്തിൽ. അവരുടെ ആക്ഷൻ പടങ്ങൾ, അതായത് അവർ ഫൈറ്റ് ചെയ്യും, അവരുടെ ആക്ഷൻ പടങ്ങൾ ഒരെണ്ണമല്ല, ഒരു 5-6 എണ്ണം നിരത്തി പിടിച്ച് ഹിറ്റായിട്ടുണ്ട്. മനസ്സിലായില്ലേ? 1-2 ഒന്നല്ല, ഒരുപാട് പടങ്ങൾ നിരത്തി പിടിച്ചിട്ട്. എന്നും വിചാരിച്ച് മലയാളത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. ഒരുപാട് വുമൺസ് ഫൈറ്റ്, അത് ഒരാളാണ്, ഒരു വാണി വിശ്വനാഥ്. അത് പോയി കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞു, പിന്നെ ഒരാൾ വന്നില്ല. ഇവിടെ ഇപ്പോൾ മോഹൻലാൽ പോയാൽ വേറൊരാൾ വരും. മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ വേറെ ആൾ അവൈലബിൾ ആണ്. രജനീകാന്ത് പോയപ്പോൾ ഇവിടെ വിജയ് വന്നു, അല്ലെങ്കിൽ വിജയ് പോകുമ്പോൾ വേറെ ആരെങ്കിലും വരും. അങ്ങനെ ആരെങ്കിലൊക്കെ വന്നു. ഇനി ഡയറക്ടേഴ്സ് നോക്കാം. ഞാനൊരു 10 ആണുങ്ങളായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 3 എണ്ണം പറഞ്ഞു തരാൻ പറ്റുമോ സ്ത്രീകളായിട്ടുള്ള ഡയറക്ടേഴ്സ്? ഒരു 3 എണ്ണം. ഞാനൊരു 10 എണ്ണം പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? 10 അല്ല, വേണമെങ്കിൽ ഒരു 20 എണ്ണം പറഞ്ഞുതരാം ഡയറക്ടേഴ്സ്. എനിക്കറിയാം, തിരക്കഥാകൃത്തുകൾ, സിനിമയിൽ തിരക്കഥ ഇരുന്ന ആൾക്കാർ. ഞാനൊരു 10 പേരുടെ പേര് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 5 പേരെ പറയാൻ പറ്റുമോ? നേർപ്പകുതി. അപ്പോൾ നമ്മൾ നോക്കി, ഇനി എന്തിനു പറയണത്? ഇപ്പോൾ സിനിമ വിട്, കേരള രാഷ്ട്രീയം എടുക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂട് കിടക്കുക, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. 140 മണ്ഡലങ്ങളിലാണ് ആളുകൾ മത്സരിക്കുന്നത്. ഒരു 20 മണ്ഡലങ്ങളിൽ തികച്ച് സ്ത്രീകളുണ്ടോ? 140 എണ്ണത്തിൽ ഒരു 20 മണ്ഡലങ്ങൾ നിങ്ങൾ എടുക്കുക, ഒരു 20 എണ്ണത്തിൽ തികച്ച് സ്ത്രീകളുണ്ടോ? പക്ഷേ ഏറ്റവും രസം എന്താണെന്നറിയോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് സ്ത്രീകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കെ ഇവിടെ സ്ത്രീകൾ മത്സരിക്കുന്നില്ല. പ്രമുഖ പാർട്ടി, ഒരു വലിയൊരു പാർട്ടിക്ക് 27 സീറ്റ് ഉണ്ട് കേരളത്തിൽ മത്സരിക്കാൻ. 2 സീറ്റിലാണ് സ്ത്രീകൾ മത്സരിക്കുന്നത്, 2 സീറ്റുകളിൽ മാത്രം. ബാക്കി 25 സീറ്റിലും ആണുങ്ങളാണ് മത്സരിക്കുന്നത്. അതും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളം 1956 കേരള സംസ്ഥാനം രൂപാന്തരപ്പെടുന്നത്. ഇതിപ്പോൾ 2026. ഇത്രയും കാലത്തിനിടയ്ക്ക് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം പോട്ടെ, ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? അതും പോട്ടെ, ആഭ്യന്തരം കൈകാര്യം ചെയ്ത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആർക്കും കുഴപ്പമൊന്നുമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ്, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്നല്ലാണ്ട് ഭയങ്കര കാര്യക്ഷമമായിട്ടുള്ളൊരു വകുപ്പില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആളുകളെ വിളിക്കുന്നത് നോക്കുക, പോലീസ്മാൻ, പോലീസ് ഓഫീസർ എന്നല്ല, പോലീസ്മാൻ. മനസ്സിലായില്ലേ? നമ്മളിവിടെ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം, സ്ത്രീകളായതിൻ്റെ പേരിൽ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം വുമൺ, ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ സഫർ ഫ്രം ദ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഈ സ്ത്രീകളെ കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ട്രാൻസ്ജെൻഡേഴ്സ്. ഇവരെ നമ്മൾ അവഗണിക്കുന്നതിന് കയ്യും കണക്കില്ല. ഇപ്പോൾ കൊച്ചി മെട്രോയിൽ കേരള സർക്കാർ ഒരു തീരുമാനം എടുത്തു, അവിടുത്തെ ജോലിക്കാരെ ട്രാൻസ്ജെൻഡേഴ്സിനെ ജോലിക്ക് വെക്കാം. ട്രാൻസ്ജെൻഡേഴ്സിനെ ജോലിക്ക് വെച്ചു, പക്ഷേ അവരെല്ലാവരും ജോലി ഉപേക്ഷിച്ച് റിസൈൻ ലെറ്റർ കൊടുത്ത് പോരേണ്ടി വന്നു അവിടെ. ഇപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള, അതായത് മെയിൽ ജെൻഡർ ഫീമെയിൽ ജെൻഡറാണ് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? ഈ കളിയാക്കലുകളും അവഗണനയും കാരണം കൊണ്ട് അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം വരുന്നു, കരച്ചിൽ വരുന്നു, അവരെഴുതി ഇത് കൊടുത്തിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ദളിത് പറഞ്ഞു, പിന്നെ ട്രൈബ് പറഞ്ഞു, പിന്നെ നമ്മൾ വുമൺസ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചലഞ്ച്
ഓഫ് ഡിഫറെൻറ്റ് ഏബിൾഡ് പീപ്പിൾ. ഭിന്നശേഷിക്കാർ നേരിടുന്ന വെല്ലുവിളികൾ. ഭിന്നശേഷിക്കാരുടെ പ്രശ്നം നമ്മൾ പറയുകയാണെങ്കിൽ, ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു കൈക്ക് വ്യത്യസ്തമായിരിക്കും, ചിലപ്പോൾ കാലുകൾ വ്യത്യസ്തമായിരിക്കും, ചിലപ്പോൾ കണ്ണിന് നമ്മൾ വിചാരിക്കുന്ന പോലെ കാഴ്ചകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ മൈൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇവർ. ഒരുപാട് അവഗണനകൾക്ക് വിധേയരാകാറുണ്ട്, ഒരുപാട് അവഗണനകൾക്ക്. ഇപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളുടെ പല കോമഡി ആയിട്ടാണ് ഇവരെ കണ്ടിരുന്നത്, കോമഡി ആയിട്ട്. ഇപ്പോൾ കാലിന് നടക്കാൻ പറ്റാത്ത ആൾ, എത്രയോ സിനിമകളിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. കാലിന് നടക്കാൻ പറ്റാത്ത ആൾ ഇങ്ങനെ നടക്കുമ്പോൾ അയാളെ കളിയാക്കുന്ന പോലെ വേറെ പിന്നീട് കൂടെ ആൾക്കാർ അയാൾ കാണാണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ സീനുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇതിൽ. ഒരു സിനിമയിൽ പറയണേ, നല്ല നടപ്പുള്ളവരെ ജയിലിൽ നിന്ന് വിടും. ഞാൻ നല്ല നടപ്പല്ല, നീ ഒന്ന് നടന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ നടക്കണം. ഓ, നീയാണോ നല്ല നടപ്പ്, പോടാ അവിടെ നിന്നുകൊണ്ട് ഓടിച്ചു വിടുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റി കാണുമല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ, അവരെ ശരിക്കും ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് അവർ വിളിക്കാൻ പാടില്ല, ഭിന്നശേഷിക്കാർ എന്നേ വിളിക്കുന്നുള്ളൂ. ശേഷിയില്ലാത്തവരാണ് മുമ്പ് വിളിച്ചത്, അങ്ങനെയല്ല വിളിക്കേണ്ടത്, ഭിന്നശേഷിക്കാർ. വൈവിധ്യമാണ് അവർ. ഓക്കെ. ഡ്യൂ ടു ദെയർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫേസ് മെനി ചലഞ്ചസ് ഇൻ ദെയർ ഡെയിലി ലൈഫ് ടു കമ്പയർഡ് ടു അതേഴ്സ്. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഹൈറ്റ് തീരെ കുറഞ്ഞ ആളുകളുണ്ട്, അവർക്കൊരു ചെയറിൽ ചിലപ്പോൾ കയറി ഇരിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പിടിച്ച് ഉയർത്തിയൊക്കെ ഇരുത്തി കൊടുക്കേണ്ടി വരും. നമ്മളത് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട് അത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചെയറിൽ കയറിയിരിക്കുന്നു, പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാന്ന് അറിയാം ചെയറിൽ കയറുന്നത്. ചെയറിൽ ഇങ്ങനെ മതിലുമ്മ കയറുന്ന പോലെ പിടിച്ചൊക്കെ കയറിയിട്ടൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അവർ ഓരോ ദിവസവും ഇത് നമ്മളെ അല്ലേ, നമ്മുടെ ഇതുപോലെ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 2 കൈയും ഉണ്ട്, ഓക്കെയാണ്. ഒരു കൈയില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് പിടിയിട്ടും ഒരു ദിവസം ഈ കൈ മുഴുവൻ വെച്ച് കെട്ടിയൊന്ന് നടന്നാൽ മതി, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത പോലത്തെ തോന്നും. അയ്യോ, എനിക്കൊന്നും. അപ്പം അത്രയും അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അവരെ കളിയാക്കി കഴിഞ്ഞാൽ സഹിക്കുമോ? അവരോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ സഹിക്കുന്ന ഒരു കൂട്ടുണ്ട് അല്ലേ. ദീസ് ആർ ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഡിഫറെൻറ്റ് ഏബിൾഡ് പീപ്പിൾസ് മാർജിനലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. പലരും പല രീതിയിലാണ്. കണ്ണ് കാണാത്തവൻ്റെ രീതിയിൽ അവനെ ഒഴിവാക്കുന്നു, കാലിന് വയ്യാത്തവനെ അതിൻ്റെ രീതിയിൽ, ഹൈറ്റ് ഇല്ലാത്തവനെ അതിൻ്റെ രീതിയിൽ, ജൈജാൻറ്റിസം ബാധിച്ചവനെ അതിൻ്റെ രീതിയിൽ കളിയാക്കുന്നു, ഡ്രാഫ്റ്റിസം ബാധിച്ചവനെ അങ്ങനെ കളിയാക്കുന്നു, ഇത്തിരി നിറം കുറഞ്ഞു പോയവനെ ആ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉള്ള ആളുകളെ പുച്ഛിക്കാൻ കളിയാക്കാൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു മലയാളികളാണെന്ന് തോന്നുന്നു. ഞാൻ മലയാളി ആയതുകൊണ്ടാണെന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ മലയാളികൾക്ക് നമ്മളുടെ ഒരു പെർഫെക്റ്റ് എന്നൊരു സംഭവമില്ല. ഇപ്പോൾ ഒരു ഹൈറ്റ് കൂടിയവനാണെങ്കിൽ നമ്മളവനെ എന്തെങ്കിലും ജിറാഫ് എന്ന് വിളിച്ച് കളിയാക്കും. ഹൈറ്റ് കുറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ നമ്മളവനെ എന്താ പറയുക, വേറെ എന്തെങ്കിലും വരും. ഹൈറ്റ് കുറഞ്ഞവൻ സാറ് വിളിക്കുക, അല്ലെങ്കിൽ ഉള്ളാന്നൊക്കെ വിളിക്കുക അല്ലേ. ഭയങ്കരമായിട്ട് വണ്ണമുള്ളവനാണെന്നുണ്ടെങ്കിൽ തടിയെന്ന് വിളിക്കും. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചവനാണെന്നുണ്ടെങ്കിൽ അവനെ വല്ല ഇർക്കിലിന്നോ അല്ല കൊടക്കമ്പിന്നൊക്കെ വിളിക്കും. നമ്മൾ കളിയാക്കി വിളിക്കുന്നതാണ്. വെളുത്തിരിക്കുന്നവനെയാണെങ്കിൽ നമ്മൾ വെള്ളപ്പാറ്റെന്നോ അല്ലെങ്കിൽ വെള്ളാമ്പിച്ചവൻ എന്നൊക്കെ പറയും. കറുത്തിരിക്കുന്നവനാണെങ്കിൽ കരിവണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പം ഇതൊക്കെ പാടെ തികഞ്ഞ, അതായത് അധികം വെളുത്തതോ അധികം കറുത്തതോ അധികം ഉയരം കൂടിയതോ അധികം ഉയരം കുറയാത്തതോ അധികം വണ്ണമുള്ളവൻ അധികം വണ്ണമില്ലാത്തവനായിട്ടുള്ള എല്ലാവരും ഒരേപോലെ ഒരു ലോകത്ത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ നമ്മൾ ഒരാളുടെയും ബോഡി ഷെയ്മിങ് ചെയ്യരുത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്നിട്ട് 10-15 കൊല്ലമായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതിന് മുമ്പ് വരെ നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുണ്ട് ആളുകൾക്കൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നിറമോ ഉയരമോ വണ്ണക്കുറവ് ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസും ബൈ ബർത്തിലൊക്കെ സംഭവിക്കുന്നതാണ്. കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടുക, അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംഭവിച്ചു പോകുന്നതാണ്. അതിന് നമ്മൾ ഒരാളെ കളിയാക്കിയിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവരും മറ്റേ ഈ ഉസൈൻ ബോൾട്ടിനെ പോലെ ഇരിക്കില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അത് തിരിച്ചറിയാം. അപ്പോൾ അതാണ് ഡിഫറെൻ്റ് ഏബിൾഡ്. ഈ 4 പേരുടെ കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ദളിത്, ട്രൈബ്സ്, നമ്മുടെ വുമൺസ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതുകൂടാണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്യാരണ്ടി ടു ഈക്വാലിറ്റി ടു ഓൾ സിറ്റിസൺ. എല്ലാ പൗരനും ഇവിടെ തുല്യ അവകാശങ്ങളാണ്. അവൻ്റെ നിറത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ സെക്സിൻ്റെയോ അടിസ്ഥാനത്തിൽ അവന് ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ
പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻസ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 14 അത് ഉറപ്പ് നൽകുമ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നത് ഇതിൻ്റെ പേരിൽ വിവേചനങ്ങൾ പാടില്ല എന്നാണ്. ഓക്കെ, 2 വകുപ്പുകളാണ് നമുക്കുള്ളത്. അത് കൂടാണ്ട് ഉണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 15A ഉണ്ട്, ആർട്ടിക്കിൾ 14 ഒരു സബ് ക്ലോസ് ഉണ്ട്, സിയോ അങ്ങനെ എന്താ കണ്ടുണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം, നമുക്ക് പഠിക്കാനല്ലോ ഒന്ന്. അപ്പോൾ അത് ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ, ഒരു സംഭവം കൂടി ഉണ്ട്. അത് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ആ ചോദ്യം ഇതാണ്: വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഇത്തരം വിവേചനങ്ങളെ മുഴുവനായും ഒഴിവാക്കുന്നത്? എന്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നു? ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ ഒരു കാരണവശാലും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലായിക്കോ. ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. നമ്മുടെ രാജ്യം പുരോഗമിക്കണമെങ്കിൽ ഈ വിവേചനം ആദ്യം നിർത്തണം. വിവേചനത്തോട് കൂടിയിട്ടാണ് ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലെ കലാപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പോകില്ല. അപ്പം ഞാൻ പറയട്ടെ, നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ഉയർന്ന ജാതിക്കാരെ മാത്രം എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഭയങ്കര കഴിവുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ താഴ്ന്ന ജാതിയിൽ അടിപൊളി ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ നമ്മൾ എടുക്കാതെ ഈ ഉയർന്ന ജാതിക്കാർ മാത്രം, അവർ ഉയർന്ന ജാതിക്കാർ വിവരമില്ലെന്നല്ല, അവർക്ക് വിവരം ഉണ്ടാവും, പക്ഷേ നല്ല കഴിവുള്ളവർ പുറത്ത് നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നമ്മൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം, ഇപ്പോൾ ക്രിക്കറ്റ് തന്നെ എടുക്കാം. പണ്ട് നോർത്ത് ഇന്ത്യക്കാർക്ക് മാത്രം സെലക്ഷൻ കിട്ടിയിരുന്ന ഒരു മേഖലയായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവർ ഞെട്ടിപ്പോയിട്ടില്ലേ ക്രിക്കറ്റ്സ്? അല്ല, അങ്ങനെ ആദ്യമായിട്ട് ഞെട്ടിച്ച ഒരു പ്ലെയറായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന VVS ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് കളിക്കാറുണ്ട്. പിന്നെ ലക്ഷ്മിപതി ബാലാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഞെട്ടിച്ച ആൾക്കാരാണ്. പിന്നെ നമ്മുടെ അവസാനം വന്ന നമ്മുടെ സഞ്ജു സാംസൺ ചേട്ടൻ നമ്മൾ അല്ലേ, ഉള്ളിയൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു ആദ്യം. ഇവരൊക്കെ അവർക്കൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ അറിയോ, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വിവേചനവും പാടില്ല. നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ വിവേചനങ്ങളിലാണ്. ക്രിയേറ്റ് എക്കണോമിക് ഇൻഇക്വാലിറ്റി മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളവൻ തന്നെ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലാത്തവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഇക്വാലിറ്റി ഉണ്ടാവും. പിന്നെ എന്താണ്? ഡിനൈസ് സേഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവും, അവർക്ക് ഈ നാട് വിട്ട് പോകേണ്ടി വരും. ഇങ്ങനെ ഡിസ്ക്രിമിനേഷനും അഴിമതിയും സ്വജനപക്ഷപാതവും ബന്ധുക്കളെ മാത്രമൊക്കെ നിയമിക്കുകയും അവസരങ്ങളൊക്കെ ഇല്ലാണ്ടാവുമ്പോഴാണ് കേരളത്തിലെയും ഇന്ത്യയിലൊക്കെ യുവത്വങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ നാട് വിട്ട് വേറെ വല്ലയിടത്തേക്കൊക്കെ പോകുന്നത്. കാരണം എന്താണ്? അവസരങ്ങൾ കുറയുന്നു. അവസരങ്ങളില്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഇറ്റ് പാവ് എ വേ ഫോർ ദ കൾച്ചറൽ കൊളാപ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സാംസ്കാരിക അധപ്പതനത്തിന് തന്നെ കാരണമാവും. ഈ ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ, ഇന്ന മതസ്ഥർ, മറ്റേ ഇവർ ആണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾ വേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ അത് പതിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരുപാട് ഡിസ്ക്രിമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിരിക്കുന്നത്. ഒരുപാട് വകുപ്പുകളുണ്ട്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നതാണ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 നിങ്ങൾക്കറിയാം. പിന്നെ ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട് അല്ലേ, അബോളിഷ് ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 പറയുന്നുണ്ട് എന്താണ്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 44 പറയുന്നത് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്നാണ്. രാജ്യത്തെല്ലായിടത്തും ഒരേ നിയമം, ഒരേ എല്ലാ മതസ്ഥരായിക്കോട്ടെ, നാനാ മതസ്ഥരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ ഒരൊറ്റ നിയമം വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഇത് പതുക്കെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല കേട്ടോ. യൂണിഫോം സിവിൽ കോഡ് ഇപ്പോഴും എത്തിയിട്ടില്ല. എത്തും, താമസിക്കാണ്ട് എത്തും കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ദളിത് നേരിടുന്ന പ്രശ്നങ്ങൾ, അതാണ് ഒന്നാമത് പഠിക്കേണ്ടത്. രണ്ടാമത് ട്രൈബ്സ് നേരിടുന്ന പ്രശ്നം. മൂന്നാമത് വുമൺസ് നേരിടുന്ന പ്രശ്നം. നാലാമത് ഡിസേബിൾഡ് പീപ്പിൾ നേരിടുന്ന പ്രശ്നം. അഞ്ചാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ചോദ്യമാണ് കേട്ടോ. വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ദ ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ ഭരണഘടന മുഴുവനായും തുടച്ചു നീക്കിയത്? എന്തുകൊണ്ടാണ്? ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്തോ, ദളിത് നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചോളൂ. അത് സാറുമാർ ചോദിക്കും. അതിനുശേഷം ട്രൈബ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക കേട്ടോ. അയ്യോ, ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. ആദ്യം മാർജിനലൈസേഷൻ എന്താണെന്ന് പഠിച്ചോ കേട്ടോ. ആദ്യം അത് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. വാട്ട് ഈസ് മാർജിനലൈസേഷൻ? ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് തുടങ്ങിക്കോട്ടെ, വേഗം ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഫൈനൽ ചാപ്റ്ററുകൾ. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ. വളരെ വലിയൊരു ചാപ്റ്ററാണത്. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം
ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ എന്ന് പറയുന്ന ആ ഒരു പവർ, അധികാരം, അതിനെ ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് പറയുന്നത്, ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ പേര് നോക്കി നിങ്ങൾ, പവർ ടു ദ പീപ്പിൾ, അധികാരം ജനങ്ങളിലേക്ക്. ജനങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പം ജനങ്ങൾ കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതേതാണെന്നറിയാതെ നമ്മുടെ ഗ്രാമസഭയാണ്. ഗ്രാമസഭയിൽ ആ ഗ്രാമങ്ങളിലുള്ള എല്ലാവർക്കും വന്ന് അവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാനും ചർച്ച ചെയ്യാനൊക്കെ പറ്റും. അല്ലാതെ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി ചർച്ച ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, നിയമസഭയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് അവിടെ പോയിട്ട് സംസാരിക്കാൻ പറ്റും ഇല്ല. നമ്മുടെ പാർലമെൻറ്റിൽ പറ്റും. അവിടെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഗ്രാമസഭയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും. അവിടെ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നതെന്ന് പറയുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് രാജ്യം മുഴുവനും ഭരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയൊരു രാജ്യത്തെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് അത് കുറേ അധികാരങ്ങൾ ജനങ്ങളിലോട്ട് തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നുള്ള ഒരു പരിപാടി എന്ത് സ്റ്റാർട്ട് ചെയ്തത്. തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ നാട്ടുകൂട്ടം കൂടി തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ഗൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തലവൻ വലിയൊരു രാജാവിനെ പോലെ അവിടെ ഒരു വലിയൊരു കസേരയിലേക്ക് ഇരുന്ന് കേൾക്കട്ടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പരിഹാരമൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. പകരം ഒരു പഞ്ചായത്ത് സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം, ഹു പ്രിസൈഡ്സ് ഓവർ ഗ്രാമസഭ, അതായത് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഹു ഈസ് ദ കൺവീനർ ഓഫ് ഗ്രാമസഭ, അതായത് നമ്മുടെ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? അത് വാർഡ് മെമ്പർമാരാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് ഗ്രാമസഭയിൽ നടക്കുന്ന ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, റീജിയണൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ ആൻഡ് പ്ലാനിങ്. അതായത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണം? റോഡ് വേണോ, കുളം വേണോ, വായനശാല വേണോ, സ്കൂളുകൾ വേണോ, ലൈബ്രറി ആണോ വേണ്ടത്? അങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമമാണോ പ്രശ്നം, അല്ലെങ്കിൽ പ്രായമായ രക്ഷിതാക്കളെ നോക്കുന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള ഈ സത്രങ്ങളാണോ പണിയേണ്ടത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യലാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അടുത്തത് ഡിസ്കവറിങ് ആൻഡ് ഹോണറിങ് ടാലൻറ്റ്. നമ്മുടെ നാട്ടിലുള്ള ടാലൻ്റുള്ള ആൾക്കാർ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ നല്ല നല്ല കവികളുണ്ടാവും, നല്ല നല്ല സ്പോർട്സ് മാൻമാരുണ്ടാവും, നല്ല കലാകാരന്മാരുണ്ടാവും, കായിക താരങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. ടു സെലക്ട് ദ ബെനിഫിഷ്യറീസ് ഫോർ ഇൻഡിവിജ്വൽ കൺസെഷൻ. അതായത് നമ്മൾ ഈ വ്യക്തിപരമായിട്ട് ചില ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ആളുകളുണ്ടാവും. പ്രായമായവരുണ്ടാവും, കൈക്ക് സുഖമില്ലാത്തവർ, കാലിന് സുഖമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ അലട്ടുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ബെനിഫിഷ്യറീസിനെ നമ്മൾ കണ്ടെത്തുക. ഇൻഡിവിജ്വൽ കൺസെഷൻ കൊടുക്കേണ്ട ആളുകളുണ്ടാവും. അവരെ നമ്മൾ ഈ ഗ്രാമങ്ങളിൽ ഉണ്ടാവും, അവരെ കണ്ടെത്തുക, എന്നിട്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാം. അടുത്തത് കണ്ടക്ട് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ്. മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും പല ജോലിയൊന്നും കിട്ടാണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സ്ത്രീകളെയൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് അവർക്ക് നല്ല ഒരു എന്താ പറയുക, കോഴ്സ് പഠിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ തയ്ക്കൽ, ഫാഷൻ ഡിസൈനിങ്, ബോട്ടിക്ക് പോലുള്ള കാര്യങ്ങൾ, അത് ചെയ്യാനുള്ള അവസരങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ വലുതായിട്ട് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ദ വിഷൻ ഓഫ് ഗാന്ധിജി, അല്ലേ, കൺസേണിങ് ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് വില്ലേജ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരിക്കൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച, വികസനം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്നായിരിക്കണം. ഗ്രാമങ്ങൾ വളരുന്നതാണ് നമ്മുടെ നാട് വളരുന്നത് എന്നുള്ളൊരു കാര്യം ഗാന്ധിജി പറഞ്ഞിരുന്നു. അപ്പോൾ ഗാന്ധിജി അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. അതായത് ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും.
ആ ആവശ്യങ്ങൾ ആ ഗ്രാമങ്ങൾ സ്വയം പരിഹരിക്കണം. മറ്റ് ഗ്രാമങ്ങളിലെ ഹെൽപ്പോ ഒന്നുമില്ലാതെ സ്വയം ആ ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ആ ഗ്രാമം പരിഹരിക്കണം. കുടിവെള്ളക്ഷാമമാണോ പ്രശ്നം, കിണർ പണിയുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇവിടെയുള്ള ആളുകൾക്ക് സ്കൂളിൽ പോകാത്തതാണോ പ്രശ്നം, ഗ്രാമങ്ങളിൽ സ്കൂൾ പണിയുക, എന്നിട്ട് കുട്ടികളവിടെ പഠിക്കുക. ഇവിടുത്തെ റോഡില്ലാത്തതാണോ പ്രശ്നം, ഇവിടെയുള്ള പണിക്കാരൊക്കെ ഉപയോഗിച്ച് ഇവിടെ നല്ല റോഡ് പണിയാം. അങ്ങനെ ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഗ്രാമങ്ങൾ തന്നെ പരിഹാരം കാണാം. ഇതാണ് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം. അതിവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അടുത്തത് അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ല. അഥവാ അവർ പട്ടിണി കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റണം. അതായത് നമ്മുടെ ഗ്രാമം ഒരിക്കലും പട്ടിണിയെ നേരിടാൻ പാടില്ല. നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി വെക്കണം. ഇതാണ് ഗാന്ധിജി പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഇത് കൂടുതലും ഗാന്ധിജി നോർത്ത് ഇന്ത്യയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കൂടുതലും പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കേരളമൊക്കെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടൊക്കെ മാറി. കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ പ്രാക്ടിക്കൽ അല്ല അത്, എന്നാലും അതൊക്കെ ചെയ്യുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് റിക്രിയേഷൻസ് ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഫോർ ദ വില്ലേജ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. അതായത് നമ്മൾ ജോലി ചെയ്ത് അവശതയാവുന്ന, അല്ലെ പഠിച്ച് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് എന്ത് വേണം, ലെഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വേണം. എന്നാലേ നമ്മളൊന്ന് റീഫ്രഷ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് റീഫ്രഷ് ആവാൻ വേണ്ട പാർക്കുകൾ, ജിംനാസ്റ്റിക് സംഭവങ്ങൾ, അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ട പൂള്, ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആളുകൾക്ക് അവിടെയൊക്കെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് അവിടെ നമുക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം, നമുക്ക് പൂളിലൊക്കെ കുളിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, വാട്ടർ തീം പാർക്കുകൾ, ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നെ നല്ല പുൽത്തകിടുകളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്രിപ്പയർ എ സെപ്പറേറ്റ് പ്ലേസ് ഫോർ കാറ്റിൽ ഫാം ലാൻഡ്. അതായത് കന്നുകാലികൾ ഉണ്ടാവുമല്ലോ ഗ്രാമങ്ങളിൽ, ഈ പശു, എരുമ, പോത്ത്, അല്ലെ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതുങ്ങൾക്ക് സെപ്പറേറ്റ് സ്ഥലം കൊടുക്കണം. സാധാരണ ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലുള്ള പ്രത്യേകത, എല്ലാവരും അവരുടെ വീടിനോട് ചേർന്നാണ് കാറ്റിൽ ഷെഡൊക്കെ പണിയുക. അവരുടെ വീട്, അതായത് ഒരുപാട് വീടുകളുണ്ടാവും. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ സെറ്റപ്പ് അറിയാമല്ലോ, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അടുപ്പിച്ച് വീടുകൾ, അതിൻ്റെ നടുക്കായിട്ട് കന്നുകാലികൾക്കുള്ള ഒരു ഷെഡ്, ഇങ്ങനെയൊക്കെയാണ്. കന്നുകാലികളെ കണി കണ്ടു ഉണരണം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ്. അതൊക്കെ മാറ്റാനോ ഗാന്ധിജി പറഞ്ഞത്. പകരം കന്നുകാലികളെ ഒന്നും ചെയ്യരുത്. കാരണം അത് നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലൊക്കെ ഉണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 48 പറയുന്നുണ്ട് അത്, കന്നുകാലികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ. പക്ഷെ കന്നുകാലികൾക്ക് ഒരു സെപ്പറേറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഗാന്ധിജി കണ്ട സ്വപ്നം. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ചാപ്റ്ററിൽ. പിന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, രണ്ട് വ്യക്തികൾ നമ്മുടെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച്, അതായത് അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത, ഇവർ രണ്ടുപേരെയും ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു ഓരോ കാലഘട്ടങ്ങളിൽ. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഗ്രാമ സ്വയംഭരണം കൊണ്ടുവരാൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിർദ്ദേശങ്ങൾ വെച്ച വ്യക്തികളാണ് ഇവരുടെ കമ്മിറ്റിയാണ് ആ നിർദ്ദേശങ്ങൾ വെച്ചത്. അപ്പോൾ ബൽവന്ത് റായ് അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് 1957-ലും 1978-ലും ഇതൊന്ന് വായിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇതിലുണ്ട് കേട്ടോ. ഞാനിത് വേഗം പറഞ്ഞു പോകുമ്പോൾ അയ്യോ ഇതെവിടെയെന്നൊന്നും ആലോചിച്ച് ഞെട്ടണ്ട, ഇതൊക്കെ നിങ്ങളുടെ ഇതിലുണ്ട്. ഇനി ഉറപ്പായിട്ടും നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സെൽഫ് ഗവൺമെൻറ് ബോഡീസ് വെർ എംപവേർഡ് ത്രൂ വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഗ്രാമ സ്വയംഭരണ സംവിധാനം ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലാണ് വന്നിട്ടുള്ളത് നോക്കിയേ. ദ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഗോട്ട് മോർ പവർ വിത്ത് ദ 73rd and 74th amendments of the constitutions in 1992. 1992 ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത്തെയും 74ാമത്തെയും ഭേദഗതിയിലാണ് ലോക്കൽ സെൽഫ് ബോഡിക്ക്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവർക്ക് സ്വയം ഭരണ അധികാരങ്ങൾ കൊടുത്തത്. വളരെ ഇമ്പോർട്ടൻറ്റ്. The Panchayati Raj Act came into force existence to the 73rd Amendment, whereas the Nagarapalika Act was introduced with the 74th Amendment. പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലും 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നഗരപാലിക നടപ്പിലാക്കിയത്. അതായത് നമുക്ക് 3 ടയർ പഞ്ചായത്ത് ഉണ്ടല്ലോ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതിനെക്കുറിച്ച് പറയുന്നത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. എന്നാൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ഇവരെക്കുറിച്ച് പറയുന്നത് 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ്.
ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും വിശദമായിട്ട് ഇവിടെ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ. പലപ്പോഴും എക്സാമിന് ഈ ഫ്ലോ ചാർട്ടിൽ ഏതെങ്കിലും ഒരു ബോക്സ് മായ്ച്ച് കളഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ പറയും, ചിലപ്പോൾ 2 എണ്ണം മായ്ച്ചളയും എന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ബോക്സ് ഇതും അങ്ങനെ തന്നെയാണ് പലപ്പോഴും തരാറുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? രജിസ്റ്റർ ബർത്ത് ഡെത്ത്, അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള ജനന മരണങ്ങൾ രേഖപ്പെടുത്തണം. കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, നമ്മുടെ നാട്ടിലെ കൃത്യമായിട്ടുള്ള പഠന റിപ്പോർട്ട്, അതായത് നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാർ, ആ സെൻസസ് റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യണം. സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രൈമറി സ്കൂൾ, നമ്മുടെ പ്രൈമറി സ്കൂളുകളുണ്ടല്ലോ മക്കളെ, അതായത് നമ്മുടെ നാട്ടിലെ LP സ്കൂളുകളാണ് പ്രൈമറി സ്കൂളുകൾ എന്ന് പറയാം. എല്ലാ പഞ്ചായത്തിലും ഒരു LP സ്കൂൾ ഉണ്ടാവും, അത് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. പിന്നെന്താണ് സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളിൽ മക്കളെ, വീട്ടിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകൾ, അതിനുള്ള സാങ്ഷൻ പഞ്ചായത്താണ് നമുക്ക് തരേണ്ടത്. പിന്നെ കൺസർവേഷൻസ് ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്, നമ്മുടെ നാട്ടിലും പുറത്തുള്ള ജലസ്രോതസ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് മലിനമാകാൻ സമ്മതിക്കരുത്. ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് കളക്ട് ചെയ്യാറൊക്കെ ഉണ്ടാവില്ല, ഹരിത കർമ്മസേനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊക്കെ വീശി കാണിച്ച് ഉണ്ട്. പിന്നെ അടുത്തത് ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക്കേറ്റിംഗ് ഡോഗ്സ്, നമ്മുടെ വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് വേണം, വെറുതെ വളർത്തിയാൽ പോരാ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് സംഭവങ്ങളൊക്കെ, ചില നായ്ക്കളെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ ഉള്ളതിന് നമുക്ക് കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ലൈസൻസ് വേണം, അത് പഞ്ചായത്തിൽ പോയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഈ പട്ടി തൊഴിലും പൊട്ടിച്ച് വന്ന് ആരെങ്കിലുമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആരോട് സമാധാനം പറയും, ആരും ഉത്തരവാദിത്വം പറയും. അപ്പോൾ അത് കൊണ്ട് അതൊക്കെ ചെയ്യണം. പിന്നെ വെറുതെ നായ്ക്കളെ വളർത്തിയാൽ പോരാ, അതിന് ലൈസൻസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃത്യമായ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കണം, നമ്മളും എടുക്കണം, അതിനെയും കുത്തിവെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നായ്ക്കളൊക്കെ വളർത്തണമെങ്കിൽ അതൊക്കെ പോയി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, വായിക്കാൻ സമയം കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും, കാരണം നാളെ നമുക്ക് ക്ലാസ് ഒന്നുമില്ല, നാളെ നമുക്ക് പെരുന്നാളാണ് അല്ലേ, നമുക്ക് പെരുന്നാളായതുകൊണ്ട് നാളെ നമുക്ക് എന്ത് ഇല്ല മക്കളെ, ക്ലാസ്സുകൾ ഇല്ല. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നാളെ പെരുന്നാൾ ആഘോഷിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ, അപ്പോൾ എക്സാമിനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്തോണം, പഠിച്ചോണം. ഈ സമയങ്ങളിലൊക്കെ സോഷ്യൽ പോലെയുള്ള വലിയ സബ്ജക്റ്റുകളൊക്കെ നല്ല പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിലും സോഷ്യൽ സയൻസ് ടീമിൻ്റെ പേരിലും നമ്മുടെ വിന്നേഴ്സിൻ്റെ പേരിലും നമ്മുടെ വിനിമോൾ ടീച്ചറിൻ്റെയും മനോജ് സാറിൻ്റെയും ഒക്കെ പേരിൽ, എല്ലാവരുടെയും പേരിൽ, നമ്മുടെ സാർമാരൊക്കെ പേരിൽ ഒരു അടിപൊളി ഈദ് മുബാറക്ക്. ഓക്കെ, ടാറ്റാ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.